നമസ്കാരം, ഞാൻ മേശ്വരാമൻ. വാർത്താമഴയിലേക്ക് വിശദമായി. MLA സ്ഥാനം രാജിവെച്ച PV അൻവർ. നാടകീയ നീക്കങ്ങൾക്കൊടുവിൽ MLA സ്ഥാനം രാജിവെച്ച് PV അൻവർ. ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ മത്സരിക്കില്ലെന്ന് പ്രഖ്യാപിച്ച PV അൻവർ UDFന് നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ചു. P ശശി നിർദ്ദേശിച്ചത് അനുസരിച്ചാണ് VD സതീശനെതിരെ നിയമസഭയിൽ ആരോപണങ്ങൾ ഉന്നയിച്ചത് എന്നും ഇതിൽ മാപ്പ് ചോദിക്കുന്നുവെന്നും PV അൻവർ തുറന്നു പറഞ്ഞു. CPIMലെ ഉന്നത നേതാക്കളുടെ നിർദ്ദേശപ്രകാരമാണ് P ശശിക്കെതിരെ പരാതി ഉന്നയിച്ചത് എന്നും PV അൻവർ വ്യക്തമാക്കി. തൃണമൂൽ കോൺഗ്രസിൽ അംഗത്വമെടുക്കുന്നതിന് മുന്നോടിയായാണ് PV അൻവർ 8 വർഷമായി വഹിക്കുന്ന MLA സ്ഥാനം രാജിവെച്ചത്. കൽക്കട്ടയിൽ പോവുകയും പാർട്ടിയുടെ ലീഡർഷിപ്പുമായി സംസാരിക്കുകയും അതിനുശേഷം ബഹുമാനപ്പെട്ട പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി വീഡിയോ കോൺഫറൻസ് വഴി കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു. നിങ്ങൾ പാർട്ടിയുടെ ദൗത്യം ഏറ്റെടുക്കണം, അതുകൊണ്ട് നിങ്ങൾ പോയി രാജിവെക്കുക. CPIMലെ ഉന്നത നേതാക്കളുടെ നിർദ്ദേശപ്രകാരമാണ് P ശശിക്കെതിരെ പരാതിയുമായി രംഗത്ത് വന്നതെന്നും അൻവർ വെളിപ്പെടുത്തി. അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഞാനിത് പബ്ലിക്കായി സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. അവർ പറഞ്ഞു, ഈ ശശിയെയും അജിത് കുമാറിനെയും നിർത്തി ഇനി മുന്നോട്ട് പോയാൽ കേരളത്തിൽ പാർട്ടി ഉണ്ടാവില്ല അൻവറെ. ഞങ്ങൾക്കതറിയാം. കാരണം വലിയ പ്രയാസങ്ങളുണ്ട്. നിങ്ങൾ ഉന്നയിക്കുന്ന പാർട്ടി പ്രവർത്തകർക്ക്, ലീഡർമാർക്ക് പോലീസ് സ്റ്റേഷനിൽ കയറാൻ വയ്യ, മറ്റു ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടാൻ കഴിയുന്നില്ല എന്നത് വസ്തുതയാണ്. P ശശിക്കും പോലീസിനും മുഖ്യമന്ത്രിക്കുമെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് അൻവറിന്റെ നിലപാട്. ഇപ്പോഴത്തെ ഇഷ്യൂ എന്താണ്? ഇപ്പോഴത്തെ ഇഷ്യൂ സഖാവ് പിണറായിസത്തെ താഴെ ഇറക്കുക എന്നാണ്. ദാറ്റ് ഈസ് ദ ഓൺലി അജണ്ട ഇൻ ഫ്രണ്ട് ഓഫ് മീ. തൃണമൂൽ കോൺഗ്രസിന്റെ ഭാവി രാഷ്ട്രീയ നീക്കങ്ങൾക്ക് വാതിൽ തുറന്നിടുന്ന ചില വിശദീകരണങ്ങളും രാജിക്ക് ശേഷം അൻവറിൽ നിന്നുണ്ടായി. പ്രതിപക്ഷ നേതാവിനെതിരെ നിയമസഭയിൽ ഉന്നയിച്ച 180 കോടി രൂപയുടെ അഴിമതി ആരോപണം അൻവർ തിരുത്തി. ഈ വിഷയത്തിൽ അദ്ദേഹത്തിനുണ്ടായ മാനഹാനിക്ക് ഞാൻ കേരള സമൂഹത്തോട് മാപ്പ് ചോദിക്കുകയാണ്, ആത്മാർത്ഥമായി മാപ്പ് ചോദിക്കുകയാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾക്കും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്കുമുണ്ടായ വിഷമത്തിൽ അവരോട് മാപ്പ് ചോദിക്കുകയാണ്. പിന്തുണച്ച നേതാക്കളുടെ പേര് പറയാൻ കൂട്ടാക്കിയില്ലെങ്കിലും പാർട്ടി സമ്മേളനങ്ങൾ നടക്കുമ്പോൾ മുഖ്യമന്ത്രി ലക്ഷ്യം വെച്ച് CPIMനുള്ളിൽ നടന്ന നീക്കമാണ് അൻവറിലൂടെ പുറത്തുവന്നെന്ന് ഇതോടെ വ്യക്തമാവുകയാണ്. 24 തിരുവനന്തപുരം. ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ മത്സരിക്കാനില്ലെന്ന നിർണായക പ്രഖ്യാപനവുമായി PV അൻവർ. UDFന് നിരുപാധിക പിന്തുണ പ്രഖ്യാപിക്കുന്ന അൻവറിന്റെ നിലപാട് ഭാവിയിലെ രാഷ്ട്രീയ നീക്കങ്ങൾ ലക്ഷ്യമിട്ടാണ്. നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ പിന്തുണയ്ക്കില്ലെന്നും അൻവർ വ്യക്തമാക്കി. എപ്പോഴും രാഷ്ട്രീയ ആകാംക്ഷ നിലനിർത്തുന്നതായിരുന്നു അൻവറിന്റെ നീക്കങ്ങൾ. PV അൻവർ രാജിവെക്കുമെന്ന് ഉറപ്പിച്ചതോടെ അടുത്ത ചോദ്യം ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്നതായിരുന്നു. അവിടെയും അൻവറിന്റെ സർജിക്കൽ സ്ട്രൈക്ക്. നിലമ്പൂരിൽ തൽക്കാലം മത്സരിക്കാനില്ലെന്ന് പ്രഖ്യാപനം. നിലമ്പൂരിൽ മത്സരിക്കുമോ? ഞാൻ മത്സരിക്കുന്നില്ല. ഞാൻ നിലമ്പൂരിൽ UDF നടത്തുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ഞങ്ങളുടെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് നിരുപാധികമായിട്ടുള്ള പിന്തുണ കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. UDFന് പിന്തുണ പ്രഖ്യാപിക്കുമ്പോഴും അളന്നുകുറിച്ചാണ് നീക്കങ്ങൾ. ആര്യാടൻ ഷൗക്കത്തിനെ തള്ളുന്ന അൻവർ മുന്നോട്ട് വച്ചത് മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയിയുടെ പേര്. ഈ വിഷയത്തെ നേരിട്ട് അനുഭവപ്പെടുന്ന, അഡ്രസ്സ് ചെയ്യുന്ന ഒരു വ്യക്തി അവിടെ സ്ഥാനാർത്ഥിയാകണമെന്ന ഒരു റിക്വസ്റ്റ് ഡിമാൻഡ് UDFന് മുമ്പിൽ വെക്കുകയാണ്. എന്താണ് റിക്വസ്റ്റ് ഡിമാൻഡ്? നിലമ്പൂരിൽ തന്നെയുള്ള DCC പ്രസിഡന്റ് ശ്രീ VS ജോയ് ഈ വിഷയത്തിൽ എപ്പോഴും എന്നോട് ഇന്ററാക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. കാരണം ജോയ് താമസിക്കുന്ന ഈ കാട്ടിൻ്റെ ഉള്ളിലാണ്. പുതിയ സാഹചര്യത്തിൽ മിതത്വം പാലിച്ചായിരുന്നു അൻവറിനുള്ള ആര്യാടൻ ഷൗക്കത്തിന്റെ മറുപടി. ഞാൻ ആരാണ്, ഞാൻ എന്താണെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഞാനിപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ എന്താണെന്ന് ഞാൻ തന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. ഉപതെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള അൻവറിന്റെ തീരുമാനത്തിന് പിന്നിൽ പല കാരണങ്ങളുണ്ട്. UDF മുന്നണി വിപുലീകരണ ചർച്ചയിൽ തൃണമൂൽ കോൺഗ്രസിന് സാധ്യതകളുണ്ടാകും. അങ്ങനൊരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായാൽ കോൺഗ്രസിനും ലീഗിനും കൂടുതൽ വേരോട്ടമുള്ള മറ്റൊരു മണ്ഡലത്തിൽ PV അൻവറിന് മത്സരിക്കാനും കഴിയും. ഷെഫീദ് റൌത്തർ, 24 തിരുവനന്തപുരം. PV അൻവറിന്റെ നിലപാടുകളോട് യോജിക്കുന്നുവെന്ന് വ്യക്തമാക്കുമ്പോഴും നിലമ്പൂരിലെ സ്ഥാനാർത്ഥി കാര്യത്തിൽ PV അൻവർ പറഞ്ഞതിനെ UDF നേതാക്കൾ പിന്തുണയ്ക്കുന്നില്ല. പാർട്ടിയും മുന്നണിയും സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുമെന്നാണ് നേതാക്കളുടെ പ്രതികരണം. UDFന് നിരുപാധികമായ പിന്തുണ നൽകാനുള്ള PV അൻവറുടെ തീരുമാനം സ്വാഗതാർഹമാണ്. ഞങ്ങൾക്കൊരു സിസ്റ്റമുണ്ട് സ്ഥാനാർത്ഥി തീരുമാനിക്കുന്ന കാര്യത്തിൽ.
അത് ഇപ്പൊ തീരുമാനിക്കേണ്ട ഒരു കാര്യമല്ല, അത് ആ ഘട്ടത്തിൽ തീരുമാനിക്കേണ്ട കാര്യമാണ്. ഇപ്പൊ ഇലക്ഷൻ ഇല്ലല്ലോ, ഇലക്ഷൻ വരുമ്പോ പറഞ്ഞാൽ പോരെ. ആവശ്യപ്പെട്ടാൽ അപ്പോ കോൺഗ്രസും ആലോചിക്കും, UDF ആലോചിക്കും. അത് ഈ കാര്യത്തിൽ ലീഗ് സ്വന്തമായി എടുക്കേണ്ട ഒരു വിഷയവുമില്ല. ഔദ്യോഗികമായി ഒരു തീരുമാനം എടുക്കേണ്ടത് UDF ആണ്. PV അൻവറിന്റെ രാജിയോടെ നിലമ്പൂർ വീണ്ടും പോളിംഗ് ബൂത്തിലെത്തിയേക്കും. മത്സരിക്കാനില്ലെന്ന് PV അൻവർ വ്യക്തമാക്കിയതോടെ സ്ഥാനാർത്ഥികളായി ആരൊക്കെ വരും എന്ന ചർച്ചകളും മണ്ഡലത്തിൽ സജീവം. മണ്ഡലത്തിലെ സ്വാധീനം എത്രയെന്ന് തെളിയിക്കാൻ PV അൻവറിനും നിർണായകമാകും ഉപതെരഞ്ഞെടുപ്പ്. നിയമസഭയുടെ കാലാവധി അവസാനിക്കാൻ 1 വർഷവും 4 മാസവും ബാക്കിയുള്ളതിനാൽ ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് സാധ്യതയുണ്ട്. എന്നാൽ കോവിഡ് കാലത്ത് കുട്ടനാട്ടിലും ചവറയിലും 1 വർഷത്തിൽ കൂടുതൽ കാലാവധി ബാക്കിയുണ്ടായിട്ടും ഉപതെരഞ്ഞെടുപ്പ് നടക്കാതെ പോയ സംഭവവും ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയാൽ മാസങ്ങൾക്കുള്ളിൽ 2ാം വട്ടമാകും നിലമ്പൂർ പോളിംഗ് ബൂത്തിലെത്തുക. വയനാട് ലോക്സഭാ മണ്ഡലത്തിന് കീഴിലുള്ള നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ വോട്ടേഴ്സ് പോളിംഗ് ബൂത്തിലെത്തി അധികകാലമായിട്ടില്ല. PV അൻവറിന് മുൻപ് ആര്യാടൻ മുഹമ്മദിന്റെ തട്ടകമായിരുന്ന നിലമ്പൂരിൽ മകൻ ആര്യാടൻ ഷൌക്കത്തിനും DCC അധ്യക്ഷൻ VS ജോയ്ക്കുമാണ് UDFൽ മുൻതൂക്കം. ജോയിയെ പിന്തുണയ്ക്കുമെന്നാണ് PV അൻവറിന്റെ നിലപാട്. എന്നാൽ മുന്നണി തീരുമാനിക്കുമെന്നാണ് നേതാക്കൾ പറഞ്ഞത്. രാജേക്കറും പിന്തുണക്കലൊക്കെ അദ്ദേഹത്തിന്റെ ഇഷ്ടമാണ്. VS ജോയി മത്സരിക്കണമെന്നാണ്. അത് നിങ്ങൾ പാത്രക്കാർ നിങ്ങൾ തീരുമാനിച്ചാൽ അത് പാർട്ടി തീരുമാനിക്കും. മത്സരിക്കുന്നില്ലെന്ന് പ്രഖ്യാപിച്ചെങ്കിലും ഇടതുപാളയം വിട്ട PV അൻവറിന്റെ സ്വാധീനം എത്രയെന്ന് തെളിയിക്കുന്നതാകും ഉപതെരഞ്ഞെടുപ്പ്. PV അൻവർ ഒരു ചലനവും ഉണ്ടാക്കില്ലെന്ന് CPIM. നിലമ്പൂരിൽ ഇതൊരു യാതൊരു വിധത്തിലുള്ള ചലനം ഉണ്ടാക്കില്ല. അൻവർ പാഠം പഠിച്ചു എന്നുള്ളതല്ലാതെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ ഒരു വിധത്തിലുള്ള ചലനവും ഇതുണ്ടാക്കാൻ വേണ്ടി പോകുന്നില്ല. UDF നീക്കങ്ങളെ CPIM നിരീക്ഷിക്കുന്നുണ്ട്. പാർട്ടി ചിഹ്നത്തിൽ CPIM മത്സരിക്കാൻ തീരുമാനിച്ചാൽ നിലമ്പൂരുകാരനായ M സ്വരാജ്, CPIM ജില്ലാ കമ്മിറ്റി അംഗം VM ഷൌക്കത്ത് എന്നിവർക്കാകും പരിഗണന. 24 മലപ്പുറം. ശ്രീജിത്തുണ്ട് വിശദാംശങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, നേരത്തെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ PV അൻവറിന്റെ പ്രഖ്യാപനങ്ങൾ ഫലം വന്നപ്പോൾ എന്ത് സംഭവിച്ചതെന്നൊക്കെ നമ്മൾ കണ്ടതാണ്. ഇന്നത്തെ വാർത്താ സമ്മേളനം കൂടി കഴിയുമ്പോൾ വരികളിലും വരികൾക്കിടയിലുമൊക്കെ എന്ത് വായിക്കണം ശ്രീജിത്ത്? ഉന്മേഷ്, തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന PV അൻവറിന്റെ ലക്ഷ്യം ഇപ്പോഴും കേരളത്തിലെ UDF മുന്നണിയുടെ ഭാഗമാകുക തന്നെയാണ്. അതിന് ഉതകുന്ന തരത്തിലുള്ള ചില പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ടാണ് അദ്ദേഹം വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ നിയമസഭയിൽ എഴുതി നൽകിയ അഴിമതി ആരോപണം തിരുത്തുകയാണ് ഉണ്ടായത്. പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി തയ്യാറാക്കി തന്ന കാര്യം താൻ സഭാതലത്തിൽ വായിക്കുക മാത്രമാണ് ചെയ്തത് എന്ന് പറഞ്ഞാണ് സതീശനെ രക്ഷിക്കാനുള്ള PV അൻവറിന്റെ കൈകഴുകൽ. മാത്രമല്ല, ഈ കാര്യങ്ങൾ താൻ സതീശനും കുടുംബത്തിനുമുണ്ടായ മാനഹാനിയിൽ ആത്മാർത്ഥമായി മാപ്പ് ചോദിക്കുന്നെന്ന് പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം എവിടേക്കാണ് എന്ന കാര്യം വ്യക്തമാണ്. എന്നാൽ ഇതെല്ലാം കൊണ്ട് മാത്രം UDFന് PV അൻവറിനെ ഉൾക്കൊള്ളാൻ കഴിയുമോ എന്ന കാര്യം സംശയമാണ്. അൻവറിൻ്റെ രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഇപ്പോഴും രാഷ്ട്രീയ പക്വതയോ മിതത്വമോ വന്നിട്ടില്ല എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് UDF നിലമ്പൂരിൽ ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണം എന്ന് പറഞ്ഞതും. മാത്രമല്ല, അതിനായി മലപ്പുറത്തെ DC പ്രസിഡന്റ് VS ജോയിയുടെ പേര് ചൂണ്ടിക്കാട്ടിയതും. ഇത് രണ്ടും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പക്വതയില്ലായ്മയുടെ തെളിവായി തന്നെ നേതാക്കന്മാർ ഇപ്പോൾ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കാരണം ഈ UDFന് നിരുപാധിക പിന്തുണ നൽകുമ്പോൾ എന്തുകൊണ്ട് സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്ന കാര്യത്തിൽ അവർക്ക് ആ സ്വാതന്ത്ര്യം നൽകിക്കൂടാ എന്ന ചോദ്യമാണ് നേതാക്കൾ ഉയർത്തുന്നത്. മാത്രമല്ല, ഈ കാര്യത്തിൽ നിരുപാധിക പിന്തുണ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് തനിക്ക് സേ ഉണ്ട് എന്ന വാദം ഉയർത്തുന്ന ചോദ്യവും അൻവറിന് നേരെ ഉയർന്നുണ്ട്. എന്നാൽ UDF പ്രവേശനം ലക്ഷ്യം വെക്കുന്നു. അതിന് കാരണം ദേശീയ തലത്തിൽ തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യ മുന്നണിയുടെ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമാണ് എന്നതാണ് അൻവറിൻ്റെ വിശ്വാസം. അതനുസരിച്ചുള്ള നീക്കമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് അൻവർ നടത്താൻ പോകുന്നത്. ശരി, ശ്രീജിത്താണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. CPIM സൈബർ പോരാളിയായ MLAയുടെ റോളിൽ നിന്നാണ് കടുത്ത പിണറായി വിരുദ്ധതയിലേക്കുള്ള PV അൻവറിന്റെ നാടകീയ രാഷ്ട്രീയ യാത്ര. CPIM വിട്ടത് മുതലുള്ള അനിശ്ചിതത്വവും രാഷ്ട്രീയ അഭയത്തിനായുള്ള ചുവടുമാറ്റങ്ങളും ഏറെ. രാഷ്ട്രീയ പ്രസക്തി ഉറപ്പിക്കാനും UDFിലേക്ക് വഴിവെട്ടാനുമുള്ള തന്ത്രങ്ങൾ സജീവമായി പയറ്റുകയാണ് അൻവർ. ഇടതുപാളയത്തിൽ സ്വതന്ത്രാംഗമായിട്ടും അണികളെക്കാൾ കടുത്ത സൈബർ പോരാളിയാകാൻ ഓവർടൈം പണിയെടുത്തു അൻവർ. പോലീസിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കുമെതിരെ പോരിനിറങ്ങിയതോടെ മുഖ്യമന്ത്രിക്ക് അനഭിമതനായി. മരുമകനും മുഖ്യമന്ത്രിയും ഈ തെരഞ്ഞെടുപ്പിൽ ഈ ജനങ്ങളെ പറ്റിച്ചങ്ങ് ജയിക്കാൻ സാധിക്കും എന്ന് അദ്ദേഹം കരുതുന്നത് തെറ്റല്ലേ? എല്ലാവരെയും അങ്ങ് യോജിപ്പിച്ചു കളയാൻ കഴിയും, അങ്ങനെ LDFനെതിരെ അങ്ങ് വലിയ തോതിൽ അണിനിർത്തി കളയും എന്നൊക്കെയുള്ള
ഭീഷണികൾ ചിലത് മുടക്കുന്നതായിട്ട് കേൾക്കുന്നുണ്ട്. ADGP MR അജിത് കുമാറിനെതിരായ യുദ്ധവും വഴിമുട്ടി. മുഖ്യമന്ത്രി തള്ളിയതോടെ അതുവരെ കൈയടിച്ച CPIM സൈബർ അണികളും കൈവിട്ടു. മഞ്ഞുരുകിയെന്ന പ്രതീതി ജനിപ്പിച്ച മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയും ഫലമുണ്ടാക്കിയില്ല. ഒടുവിൽ ഇടതുമുന്നണി വിട്ട് പുറത്തേക്ക് അൻവറുമായുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ചെന്ന് പ്രഖ്യാപിച്ചു പാർട്ടി. അതുവരെ പ്രതിരോധ കോട്ട കെട്ടിയ പിണറായി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി തുടർച്ചയായ വാർത്താ സമ്മേളനങ്ങൾ. പി ശശിക്കും പിണറായിക്കുമെതിരെ കടുത്ത വിമർശനം. സ്വന്തം തട്ടകത്തിൽ വിശദീകരണ യോഗം വിളിച്ച് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന സാമൂഹിക കൂട്ടായ്മ പ്രഖ്യാപിച്ചു. DMK പ്രവേശനമെന്ന അൻവറിന്റെ മോഹം ഇടയ്ക്ക് പൊലിഞ്ഞു. ഇതിനിടെ വന്ന ഉപതെരഞ്ഞെടുപ്പിൽ സമ്മർദ്ദശക്തിയാകാൻ ശ്രമിച്ചെങ്കിലും കാര്യമായ സാന്നിധ്യം ഉറപ്പിക്കാനായില്ല. ഇതിനിടെ മനുഷ്യ വന്യജീവി സംഘർഷ വിഷയത്തിലെ പ്രതിഷേധവും ഫോറസ്റ്റ് ഓഫീസ് ആക്രമണക്കേസിലെ അറസ്റ്റും അൻവറിന് പുതുജീവൻ നൽകി. ചാഞ്ചാട്ടങ്ങൾക്കൊടുവിൽ മമതയുടെ തൃണമൂൽ കോൺഗ്രസിൽ രാഷ്ട്രീയ ഭയം. അയോഗ്യതാ ആശങ്കകൾക്കിടെ നിയമസഭാംഗത്വത്തിൽ നിന്ന് രാജി. UDF വാതിൽ തുറക്കുമെന്ന പ്രതീക്ഷയിലും ആര്യാടൻ ഷൌക്കത്തിനെതിരെ പോര്. അൻവറിന് ഇനിയും തീരാത്ത സസ്പെൻസ് നിറഞ്ഞ രാഷ്ട്രീയ വഴി. 24 തിരുവനന്തപുരം. PV അൻവറിന്റെ രാജി ഒരു ചലനവും ഉണ്ടാക്കില്ല എന്നാണ് CPIMന്റെ നിലപാട്. അതിന്റെ ഭാഗമായി ഒന്നും ചർച്ച ചെയ്യാൻ പോകുന്നില്ല എന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അൻവറിന്റേത് രാഷ്ട്രീയാത്മകതയെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ. നിലമ്പൂരിൽ പാർട്ടിയും മുന്നണിയും സജ്ജമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. അൻവറിന്റെ കാര്യം ഞങ്ങൾ പണ്ടേ വിട്ടതാണ്. ഒന്നുമില്ല. ഒരു പ്രശ്നവും ഞങ്ങൾ അതിന്റെ ഭാഗമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നു. ഞങ്ങൾ അന്നേ പറഞ്ഞു കഴിഞ്ഞു അൻവറുമായിട്ട് പാർട്ടിക്ക് യാതൊരു ബന്ധമില്ല. അത് പറഞ്ഞതോടുകൂടി അൻവർ ഞങ്ങളുമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ബന്ധവും വിച്ഛേദിക്കും. പിന്നെ എവിടെയാണ് അദ്ദേഹം പോകാൻ പോകുന്നത്? DMKയിൽ പോവോ, തൃണമൂൽ കോൺഗ്രസ് പോവോ തുടങ്ങിയ കുറേ ചോദ്യമുണ്ട്. എനിക്കതിൽ യാതൊരു സംശയവും ഒറ്റ ഉത്തരവേ ഉള്ളൂ. അതിന് അദ്ദേഹം UDFിലാണ് പോകുന്നത്. അതാ നിലമ്പൂരുള്ള ജനങ്ങളോട് നടത്തിയ ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയാണ്. എന്തിനാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അൻവർ ഈ ആത്മഹത്യയിലേക്ക് പോകുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അൻവർ അവിടെ നിന്ന് MLA സ്ഥാനം രാജിവെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഉപതെരഞ്ഞെടുപ്പ് വരുമല്ലോ. ആ ഉപതെരഞ്ഞെടുപ്പിനെ നേരിടുന്ന കാര്യത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു തർക്കവുമില്ല. വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ട് അധികമായില്ല. PV അൻവറിന്റെ രാജിയോടെ നിലമ്പൂർ വീണ്ടും പോളിംഗ് ബൂത്തിലെത്താനുള്ള സാധ്യതയാണ് മുന്നിൽ. അൻവറിന്റെ രാജിയോടും ഉപതെരഞ്ഞെടുപ്പിനോടും നിലമ്പൂരിലെ ജനങ്ങളുടെ പ്രതികരണം. നിങ്ങൾ ലൈവ് ബ്രേക്കിംഗ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഒരു മാറ്റം ഇവിടെ പ്രതീക്ഷിക്കുക? അതുപോലെ തന്നെ പ്രത്യേകിച്ച് എന്താണ് ഇപ്പം തന്നെ കുറേ VS ജോയിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള സംസാരങ്ങളൊക്കെയാണല്ലോ വന്നിട്ടുള്ളത്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ എന്തൊക്കെ ഇനി വരാൻ പോകുന്ന പൂരം വിളിച്ചറിയിക്കണമെന്നുള്ളൊരു ചൊല്ലുണ്ടല്ലോ. അത് അത്ര തന്നെ പറയാനുള്ളൂ. വികസനം ആർക്കും കൊണ്ടുവരാൻ കഴിയില്ല. പിന്നെ 6 മാസം കഴിഞ്ഞാൽ ഇലക്ഷനാണ്. അപ്പോൾ ഈ ഇലക്ഷൻ ഇതിപ്പോൾ വേണ്ടില്ല എന്നുള്ളൊരു അഭിപ്രായം നമുക്ക്. ഇടക്കിടക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമല്ല. അതാണ് നമ്മളെ അഭിപ്രായം. അദ്ദേഹത്തിന് ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ അദ്ദേഹം പോകട്ടെ. നല്ലൊരു രാഷ്ട്രീയ ഭാവിയുള്ള ഒരാളാണ് അദ്ദേഹം. അതിന് കുടിച്ച് നാടിന് വേണ്ടിക്കാണ്ട് ചെയ്യട്ടെ, അത്രേ നമുക്ക് പറയാനുള്ളൂ. പോകുമ്പോൾ സംഘമായിട്ട് പോകണ്ട, നമ്മൾ ഒരുമിച്ചണം. അവിടെ ഉള്ള സ്നേഹം ഉണ്ടാവുകയുള്ളൂ, റഹമത്തൊക്കെ ഉണ്ടാവുകയുള്ളൂ. അതിൻ്റെ അടിയിലൊരു കച്ചറ ഉണ്ടാക്കുന്ന ദൈവം പിന്നെ അവൻ ഇഷ്ടപ്പെടില്ല. അവന് മാർക്കറ്റ് പറ്റ കുറച്ച് പിന്നെ അവിടെ ഓനെ നിർത്തലാണ്. പിന്നെ അവിടെ പോയിട്ടും കാര്യമില്ല. ഇനി ഓൻ ആരും എടുക്കില്ല, പേടിയാണ് ഓൻ എടുക്കാൻ എല്ലാവർക്കും. പിണറായി വിജയനിലൊരു മറ്റേ അടിയാണ് അൻവറിൻ്റെ രാജി. അതോടൊപ്പം തന്നെ അൻവർ ഉയർത്തിപ്പിടിച്ച മറ്റേ വിഷയങ്ങളൊക്കെ അത് ജനങ്ങളും അംഗീകരിച്ചേക്കണ്. അതേപോലെ തന്നെ ഭരണ സംവിധാനം അതിനെതിരെയൊക്കെ നടപടി എടുത്തേക്കണം. അപ്പം അൻവറിനെ പോലുള്ള ആളുകൾ UDF സംവിധാനമായിട്ട് അടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നല്ലതാണ്. എന്തോ രാജിവെക്കേണ്ടതാണ്. ഇപ്പോൾ രാജിവെച്ചത് നല്ലതിനെയാണ്. പക്ഷെ ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയില്ല. ഇലക്ഷൻ പറഞ്ഞാൽ ഞങ്ങളെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യും. CPMന്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യും. ഒരു ശക്തമായ പ്രസ്ഥാനം ഏർപ്പുറത്തുള്ളപ്പോൾ അതിനെതിരെ പോരാടുകയല്ലേ. അതാണ് ധീരമായ പരിപാടി എന്ന് പറഞ്ഞത്. ഞങ്ങളെ മൂപ്പര് ഒരുപാട് ആക്ഷേപിച്ചിക്കണ് അൻവർ. നമ്മളതിനെതിരാണ്, മൂപ്പർക്ക് എതിരാണ്. നമ്മൾ കോൺഗ്രസിൻ്റെ ഇതിനൊപ്പം നിൽക്കുള്ളൂ. നമ്മൾ രാഷ്ട്രീയ വഞ്ചന നടത്തിയിട്ടാണ് നിലമ്പൂരിൻ്റെ ജനങ്ങളെ യഥാർത്ഥത്തിൽ വഞ്ചിക്കുകയാണ് ചെയ്തത്. സുശക്തമായൊരു പ്രസ്ഥാനം അദ്ദേഹത്തിന് പിന്തുണ കൊടുത്ത് ഇട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് ജനങ്ങളെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് അസത്യമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചിട്ടാണ് അയാൾ പോയിട്ടുള്ളത്. ഞങ്ങൾ 2 വട്ടം വോട്ട് കുത്തിയല്ലോ, അതിനെ ദേഷ്യം തീർക്കുക. രാജിവെക്കുക, ഓരെന്നോ രാജിവെച്ച് പോകണം. ഇന്ന് വേറെ ദിവസത്തിൽ പോയി അന്നാണ് രാജിവെക്കണം.
തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ ദുരൂഹ മരണത്തിൽ സ്ഥലത്ത് നാടകീയ രംഗങ്ങൾ. ജില്ലാ കളക്ടറുടെ അനുമതിയോടെ കല്ലറ പൊളിക്കാൻ ഉദ്യോഗസ്ഥർ എത്തിയതോടെ കുടുംബം പ്രതിഷേധവുമായി രംഗത്തെത്തി. എന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ച കനത്ത പോലീസ് സന്നാഹത്തോടെ കല്ലറ പൊളിക്കാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. അജീഷ് ജയകുമാർ ഇപ്പോൾ സംഭവ സ്ഥലത്ത് നിന്ന് തത്സമയം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അജീഷ്, ഈ കളക്ടറുടെ അനുമതിയോടെയാണല്ലോ നടപടി. ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ സംഘർഷാവസ്ഥയുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ അജീഷ്? ഉന്മേഷ, സ്ഥലത്ത് സംഘർഷാവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് ഇപ്പോൾ തൽക്കാലം നടപടികളിലൊക്കെ നിർത്തിവച്ചിരിക്കുകയാണ്. ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരും അതേപോലെ തന്നെ സബ് കളക്ടർ അടക്കമുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരവിടെ ഇവിടുത്തെ കുടുംബാംഗങ്ങളുമായിട്ടും ഹൈന്ദവ സംഘടനാ നേതാക്കളുമായിട്ടും ഇവിടുത്തെ കൗൺസിലറും അടക്കമുള്ള അവരുമായിട്ടും ചർച്ച നടത്തുന്നുണ്ട്. പ്രദേശത്ത് ഒരു കമ്മ്യൂണൽ ഹാർമണിക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. കാരണം ഇങ്ങനെ ഒരു രാവിലെ മുതൽ പ്രശ്നം ഉണ്ടായ കല്ലറ പൊളിക്കാൻ കളക്ടറുടെ ഉത്തരവുമായി ഉദ്യോഗസ്ഥർ അവരുടെ ജോലി ചെയ്യാൻ വേണ്ടി എത്തിയപ്പോൾ മുതൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആദ്യം കുടുംബം എതിർപ്പ് അറിയിച്ചിരുന്നെങ്കിലും വലിയ രീതിയിൽ പ്രതിഷേധമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് കൂടുതൽ ഉദ്യോഗസ്ഥർ ഉച്ചയോടെ ഫോറൻസിക് സർജന്മാരും അതേപോലെ തന്നെ സയന്റിഫിക് എക്സ്പെർട്ട് അടക്കമുള്ള ഉദ്യോഗസ്ഥരെത്തി കല്ലറ പൊളിക്കാനുള്ള നടപടികളിലേക്ക് കടന്നപ്പോൾ കൂടുതൽ ഹൈന്ദവ സംഘടനാ നേതാക്കളൊക്കെ ഇവിടെ എത്തി, ഇവരുടെ അഭിഭാഷകരെത്തി, അതേപോലെ തന്നെ VSDPയുടെ നേതാക്കളടക്കം എത്തി. അങ്ങനെ പ്രാദേശിക BJP നേതാക്കളടക്കമുള്ളവർ ഇവിടെ ഉണ്ട്. അവരെല്ലാം അവരുടെ എതിർപ്പ് അറിയിച്ചു. കാരണം ഇവർ കുടുംബം പറയുന്നത് അവരുടെ ആചാരം അനുഷ്ഠാനം പ്രകാരമാണ് അവരുടെ അച്ഛൻ്റെ സമാധി ഇവിടെ ഉണ്ടാക്കിയത്. അത് പൊളിക്കുന്നതിന് മുമ്പായിട്ട് കുടുംബത്തിന് ഒരു നോട്ടീസ് നൽകണമെന്നൊരു ആവശ്യമായിരുന്നു ഇവർ ഉന്നയിച്ചത്. ഇക്കാര്യം ഈ പൊളിക്കുന്നതിനുള്ള നടപടികൾ തുടരുമ്പോൾ തന്നെ സബ് കളക്ടറെ ഇവർ അറിയിച്ചു. അതിനെ തുടർന്ന് സബ് കളക്ടർ ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചിച്ചതിന് ശേഷം ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. നിലവിൽ എന്തായാലും ഈ കല്ലറ പൊളിക്കുന്നതിനുള്ള നടപടികൾ തൽക്കാലത്തേക്ക് നിർത്തിവച്ചിരിക്കുകയാണ്. അതിനുശേഷം ഇവരുമായിട്ട് ഒരു കൂടിയാലോചന നടത്തിയതിന് ശേഷം അവരുടെ തീരുമാനമുടൻ അറിയിക്കും. എന്തായാലും ഇപ്പോൾ കൗൺസിലർ അടക്കമുള്ള ആളുകളോടുമായി ഈ കുടുംബാംഗങ്ങളുമായി അവരുടെ അഭിഭാഷകരുമായി സബ് കളക്ടർ സംസാരിക്കുന്നുണ്ട്. എന്തായാലും ഒരു തീരുമാനം ഉടൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നേരത്തെ വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇവരുടെ അഭിഭാഷകരോടൊക്കെ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. അദ്ദേഹത്തിനെതിരായ ആരോപണം വന്നപ്പോൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ആരോപണമാണ്. ഇപ്പം ഞാനും തന്നെ അന്ന് പറഞ്ഞു. പിന്നെ അൻവർ വേറൊരു വെളിപ്പെടുത്തൽ നടത്തി. അൻവറെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത് CPMലെ ഉന്നത നേതാക്കളാണ്. അത് ആദ്യം പറഞ്ഞത് പ്രതിപക്ഷമല്ലേ അല്ലേ? ഞാൻ നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞു, മന്ത്രിമാരടക്കമുള്ള CPMന്റെ ഉന്നത നേതാക്കന്മാർ അൻവറിൻ്റെ പുറകിലുണ്ട്. അവരുടെ പിന്തുണയോടുകൂടിയാണ് പാർട്ടിയിൽ പിണറായി വിജയനെ എതിർക്കാൻ ശക്തിയില്ലാത്ത ആളുകൾ ഇദ്ദേഹത്തെ മുന്നിൽ നിർത്തി കരുവാക്കി നിർത്തി പിണറായി വിജയനെതിരായും അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ ഉപജാപക സംഘത്തിനെതിരായും ആരോപണം ഉന്നയിക്കുകയായിരുന്നു എന്ന് ഞാൻ തന്നെ പത്രസമ്മേളനം നടത്തി നിങ്ങളോട് പറയുന്നുണ്ട്. നിങ്ങളിത് നോക്കിയോ, പറവൂരിൽ നടത്തിയ എൻ്റെ നിയോജകമണ്ഡലത്തിൽ വെച്ച് എൻ്റെ വീട്ടിൽ വെച്ച് നടത്തിയ പത്രസമ്മേളനത്തിൽ ഞാൻ ഈ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അൻവർ ഇന്ന് ആ വെളിപ്പെടുത്തൽ കൂടി നടത്തിയിരിക്കുകയാണ്. അൻവറിൻ്റെ ഇന്നത്തെ 2 വെളിപ്പെടുത്തലും പ്രതിപക്ഷം മുൻകൂട്ടി പറഞ്ഞാണ്. ഒന്ന്, എനിക്കെതിരായ ആരോപണം, കെട്ടിച്ചമച്ച ആരോപണം മുഖ്യമന്ത്രിയും ഉപജാപക സംഘം കൂടി ഉണ്ടാക്കിയതാണ്. 2, അവർക്കെതിരായ അൻവറിൻ്റെ ആരോപണം വന്നപ്പോൾ അതിൻ്റെ പുറകിൽ മന്ത്രിമാരടക്കമുള്ള CPMലെ പാർട്ടി നേതാക്കന്മാരുണ്ട്. CPMൽ ഒളിഞ്ഞിരിക്കുന്ന വിഭാഗീയതയുടെ ഏറ്റവും വലിയ ബഹിസ്ഫുരണമായിരുന്നു സത്യത്തിൽ അൻവറിനെ കണ്ടത്. പക്ഷെ പിണറായി വിജയൻ ഒന്ന് കടുപ്പിച്ചപ്പോൾ ഇവരെല്ലാം അൻവറിനെ വഴിയിലാക്കി ഓടി ഷെഡിൽ കയറി. അതാണ് യഥാർത്ഥത്തിൽ നടന്ന സംഭവം. ഈ 2 കാര്യങ്ങളും പ്രതിപക്ഷം പറഞ്ഞത് അടിവരയിടുന്നതാണ് ഇന്ന് അദ്ദേഹം നടത്തിയ പത്രസമ്മേളനം. ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് മുഖ്യമന്ത്രി അറിയാതെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഒരു MLA വിളിച്ച് പറയൂ? അപ്പം UDFലെ ഒരു MLA ആരോപണം ഉന്നയിക്കണമെങ്കിൽ ഞാൻ അറിയാതെ ചെയ്യാൻ പറ്റില്ലല്ലോ. എൻ്റെ അനുമതി വേണം. അത് അദ്ദേഹം അവരുടെ നേതാവാണ്, പാർലമെൻ്ററി പാർട്ടി നേതാവ് കൂടിയാണ് മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഒരു MLA മുഖ്യമന്ത്രി അറിയാതെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആരോപണം. അപ്പോൾ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘത്തിനും അതിൽ പങ്കുണ്ട്.
മുഖ്യമന്ത്രിക്കെതിരായി ആരോപണം വരുമ്പോൾ ഒരെണ്ണം പ്രതിപക്ഷ നേതാവിനെതിരെ കിടന്നോട്ടെ. എന്താണെന്ന് ആരോപണം എന്ന് ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക്. അതായത് കേരയിൽ വന്നാൽ 2050 ആകുമ്പോഴേക്കും ഹൈദരാബാദ്, ഇവിടെ IT കമ്പനികൾ കൊണ്ട് നിറയും കേരളം. അപ്പോൾ ഹൈദരാബാദിലെയും ബാംഗ്ലൂരിലെയും IT കമ്പനികൾ 2050 ആകുമ്പോൾ പൂട്ടിപ്പോവും. അപ്പോൾ അവരത് പൂട്ടിപ്പോവാതിരിക്കാൻ വേണ്ടി 30 കൊല്ലം മുമ്പ്, അതായത് 2021 കേരളിനെ അട്ടിമറിക്കാൻ അന്ന് വേറെ MLA ആയിരുന്ന എന്നെ സ്വാധീനിച്ചു. KC വേണുഗോപാൽ വഴി എന്നെ മുഖ്യമന്ത്രിയാക്കാമെന്ന് പറഞ്ഞു. എനിക്കൊരു 150 കോടി രൂപ വണ്ടിയിൽ ഇങ്ങോട്ട് കൊടുത്തയച്ചു. അതിവിടെ ഇറക്കിയിട്ട് ഞാൻ ആർക്കും കൊടുക്കാതെ ഞാൻ തിരിച്ചു കൊടുത്ത് ബാംഗ്ലൂരിലേക്ക് കൊടുത്തു വിട്ടു. ഞാൻ ചോദിച്ചത് കൊണ്ടുവന്ന വഴി പറഞ്ഞു, തിരിച്ചു കൊണ്ടുപോയ വഴി ഏതാണെന്ന് പറഞ്ഞില്ല. ഏത് വണ്ടിയിലാണ് കൊണ്ടുപോയെന്ന് പറഞ്ഞില്ല എന്ന് മാത്രം എനിക്ക് സംശയമുള്ളൂ. അത് പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇത് അവിടെ ഇരുന്ന് എല്ലാവരും ചിരിക്കുകയായിരുന്നു. ഇതായിരുന്നു ആരോപണം. 2050 അവിടുത്തെ കമ്പനിയൊക്കെ പൂട്ടിപ്പോകുന്നുള്ളതുകൊണ്ട് 2020 21 ഈ കേരളയിൽ വരാതിരിക്കാൻ വേണ്ടി അന്നത്തെ ഏറ്റവും പ്രഗത്ഭനായ അല്ലെങ്കിൽ ഏറ്റവും സ്വാധീനമുള്ള ഏറ്റവും വലിയ MLA ഞാനല്ലേ. കഴിഞ്ഞ എന്നെ സ്വാധീനിച്ചു. ഞാൻ പ്രതിപക്ഷ നേതാവായപ്പോഴല്ല, ആരോപണമല്ല, MLA ആയിരിക്കുമ്പോഴാണ്. MLAക്ക് ഒരു 150 കോടി മറ്റേ മീൻ വണ്ടിയിൽ കൊടുത്ത് ചാവക്കാട് വന്നു. ചാവക്കാട് ഞാൻ ആംബുലൻസിലേക്ക് മാറ്റി. പിന്നെ അത് തിരിച്ച് ആർക്കും കൊടുക്കാതെ, ഞാൻ ആർക്കും കൊടുക്കില്ല, പൈസ കിട്ടിയ ആദ്യം ഞാൻ തിരിച്ച് കൊണ്ടുപോയി. അപ്പം ഞാൻ ചോദിച്ചാൽ ആ തിരിച്ചു കൊണ്ടുപോയ വണ്ടി ഏതാണെന്നും കൂടി പറയണമെന്ന് പറഞ്ഞു. ഇതായിരുന്നു ആരോപണം. ഇതൊക്കെ ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ഇതുപോലത്തെ ഒരു ആരോപണം കേരളത്തിലെ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവിനെതിരായി ഉന്നയിക്കാൻ നിർദ്ദേശം കൊടുത്തത് എന്ന് പറഞ്ഞത് എന്ത് നാണക്കേടാണ്. ആർക്കാണ് നടക്കേണ്ടത്? അതാണ് ഞാൻ ചോദിച്ചത്. നിങ്ങളെ ഓർത്ത് ഞാൻ ചിരിക്കണോ കരയണോ എന്ന് നിയമസഭയിൽ ചോദിച്ചത്. അത് പ്രതിപക്ഷ നേതാവിന് ഒറ്റയ്ക്കൊരു നിലപാടില്ല. പാർട്ടിയും മുന്നണിയും ചർച്ച ചെയ്യേണ്ട സമയത്ത് ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനമെടുക്കും. ഞാൻ പറഞ്ഞത് വാതിൽ അടച്ചിട്ടുമില്ല, വാതിൽ തുറന്നിട്ടുമില്ല. ഞാൻ പറഞ്ഞില്ലല്ലോ അതൊന്നും. അതൊന്നും പറഞ്ഞില്ല. ഞാൻ പാർട്ടിയും UDFും ഉചിതമായ സമയത്ത് ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനമെടുക്കും. വാതിൽ അദ്ദേഹത്തിന് മുമ്പിൽ അടച്ചിട്ടില്ല, പക്ഷെ ഇപ്പൊ തുറന്നിട്ടുമില്ല. അല്ല, ഞാനും അതിൻ്റെ അർത്ഥം അതല്ലേ. വാതിൽ അടച്ചിട്ടില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം വാതിൽ ഇപ്പൊ തുറന്നിട്ടില്ല എന്ന് പറഞ്ഞല്ലോ. ഐ ഹാവ് മേഡ് ഇറ്റ് വെരി ക്ലിയർ. ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം എടുക്കുമെന്ന് പറഞ്ഞു. അതൊക്കെ ഒരു ചർച്ചയുണ്ടല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഉചിതമായ സമയത്ത് ചർച്ച നടത്തി ഉചിതമായ തീരുമാനം എടുക്കുന്നതാണ്. ആ ചർച്ചയുടെ ഭാഗമാണ് ഇപ്പൊ ഈ പറഞ്ഞ ചോദ്യമൊക്കെ. അല്ല, അവിടെ എന്തായാലും ഉപതെരഞ്ഞെടുപ്പ് വരുമല്ലോ. അത് കോൺഗ്രസ് തീരുമാനിച്ചോളാം അവിടെ ആരാ സ്ഥാനാർത്ഥിയെന്ന്. കാരണം കോൺഗ്രസിൻ്റെ സീറ്റാണ്. ഞങ്ങൾ പാർട്ടി ദേശീയ തലത്തിൽ ആ സ്ഥാനാർത്ഥി, ഞങ്ങളിവിടെ ഇലക്ഷൻ കമ്മിറ്റി കൂടി ഞങ്ങളൊരു സ്ഥാനാർത്ഥിയെ നിർദ്ദേശിക്കും. അത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അത് അംഗീകരിച്ച് ഞങ്ങൾക്ക് തരും. ഞങ്ങളത് UDF ഘടകകക്ഷി നേതാക്കളെ അറിയിക്കും. UDF സ്ഥാനാർത്ഥിയായി ആ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. അതിനൊരു പ്രൊസീജിയറുണ്ട്. അതെങ്കിലും ഞങ്ങൾ ചെയ്തോട്ടെ. അതല്ലല്ലോ, ഇത് ഞങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യം മാത്രമാണ് അദ്ദേഹം ഇന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാനതാണ് പറയുന്നത്. പ്രതിപക്ഷം വളരെ കൃത്യമായി ഉന്നയിച്ച കാര്യമാണ് ഞങ്ങൾ പറഞ്ഞത്. രണ്ട് പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്ന്, ഹീനമായ അടിസ്ഥാനരഹിതമായ ഒരു ആരോപണം ഉന്നയിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആ MLA ചുമതലപ്പെടുത്തി. രണ്ട്, മുഖ്യമന്ത്രിക്കും ഉപജാപക സംഘത്തിനെതിരായി ആരോപണം ഉന്നയിക്കാൻ CPMലെ ഉന്നതരായ നേതാക്കളുടെ പിന്തുണ അൻവറിനുണ്ടായിരുന്നു. അപ്പോൾ സംതിങ് ഈസ് റോട്ടൺ ഇൻ ഡെൻമാർക്ക് എന്ന് പറഞ്ഞതുപോലെ CPMൽ എന്തോ ചീഞ്ഞതായിരുന്നു.
വി ഡി സതീശൻ വാർത്താ സമ്മേളനം നടത്തുകയായിരുന്നു. ഇപ്പോൾ നെയ്യാറ്റിൻകരയിൽ നിന്ന് വരുന്ന പുതിയ വാർത്ത അവിടെ കല്ലറ പൊളിക്കാനുള്ള നടപടികൾ തൽക്കാലം നിർത്തിവെക്കുന്നു എന്നതാണ്. കൂടിയാലോചനയ്ക്ക് ഉദ്യോഗസ്ഥർ നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിലേക്ക് മാറി. ക്രമസമാധാന പ്രശ്നം ചൂണ്ടിക്കാണിച്ചാണ് ഈ നടപടി. നേരത്തെ കുടുംബത്തിന്റെ പ്രതിഷേധം അടക്കം അവിടെ ഉണ്ടായിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ തീരുമാനത്തിലേക്ക് എത്തുന്നത്. അജീഷ് ജയകുമാർ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. അജീഷ്, അപ്പോൾ ഈ പ്രതിഷേധങ്ങൾ നേരത്തെ അവിടെ ശക്തമായിരുന്നു, നമ്മളത് കണ്ടതാണ്. ഇപ്പോൾ തൽക്കാലത്തേക്കത് പൊളിക്കേണ്ടെന്ന തീരുമാനത്തിലേക്ക് ഉദ്യോഗസ്ഥർ എത്തിയെന്നാണോ? ഉന്മേഷ്, എന്തായാലും ഒരു ക്രമസമാധാന പ്രശ്നം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതിലൊരു അയവ് വന്നിട്ടില്ല. ആ ഒരു പ്രശ്നം പരിഹരിച്ചതിന് ശേഷം മാത്രമേ കല്ലറ പൊളിക്കുന്ന നടപടികളിലേക്ക് കടക്കുകയുള്ളൂ. ഇപ്പോൾ എന്തായാലും നേരത്തെ ഈ കുടുംബത്തിന്റെ അഭിഭാഷകനും കുടുംബാംഗങ്ങളും ചില പ്രാദേശിക ഹൈന്ദവ സംഘടനാ നേതാക്കളും നടത്തിയ പരാമർശത്തിനെതിരെ നാട്ടുകാരിൽ ചിലർ പ്രതിഷേധവുമായി ഇവിടെ രംഗത്തെത്തിയിട്ടുണ്ട്. ആ പരാമർശം നടത്തിയവർക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചിരുന്നു. അവരെ ഇപ്പോൾ പോലീസ് അനുനയിപ്പിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. എന്തായാലും സ്ഥലത്ത് ക്രമസമാധാന പ്രശ്നം നിലവിലുണ്ട്. അതുകൊണ്ടാണ് ഉദ്യോഗസ്ഥർ ഇവിടുന്ന് കല്ലറ പൊളിക്കുന്ന നടപടി താൽക്കാലികമായി നിർത്തിവെച്ച് ഇവിടുന്ന് മടങ്ങുന്നത്. അവർ പറയുന്നതനുസരിച്ച് നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിൽ ഈ ഉദ്യോഗസ്ഥർ, സബ് കളക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ, ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ ഒരു കൂടിയാലോചന നടത്തും. ഈ കൂടിയാലോചനയ്ക്ക് ശേഷം മാത്രമേ അടുത്ത നടപടി ഉണ്ടാവൂ എന്നാണ് പറയുന്നത്. പക്ഷേ അതുവരെ ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ കാവലുണ്ടാകും. എന്തായാലും ഇവിടെ വലിയ ക്രമസമാധാന പ്രശ്നം തന്നെ ഇവിടെ ഇപ്പോൾ നിലവിലുണ്ട്. കാരണം പോലീസും നാട്ടുകാരുമായി നേരിയ ഉന്തും തള്ളുമുണ്ട്. അവിടെ നിന്ന് ആളുകളെ നീക്കുകയാണ് പോലീസ്. കല്ലറ തൽക്കാലം ഇന്ന് പൊളിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് ഉദ്യോഗസ്ഥ സംഘം എത്തുന്നു. അവർ അവിടെ നിന്ന് മടങ്ങുകയാണ്. അതിനിടയിൽ അവിടെ കൂടി നിൽക്കുന്ന ആളുകളെ മാറ്റുകയാണ് പോലീസ്. അപ്പോൾ അതിനെതിരെയാണ് ചെറിയ പ്രതിഷേധങ്ങൾ അവിടെ ഉയരുന്നത്. പോലീസ് തങ്ങളെ പിടിച്ച് തള്ളേണ്ടതില്ല എന്നാണ് അവർ പറയുന്നത്. പോലീസ് അവിടെ തമ്പിടിച്ച് നിൽക്കുന്ന ആ നാട്ടുകാരെ, ചില ഹൈന്ദവ സംഘടനാ പ്രവർത്തകരെയൊക്കെ അവിടെ നിന്നിപ്പോൾ നീക്കുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. കല്ലറ പൊളിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് പോലീസ് എത്തുന്നു. നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിലെത്തി ഉദ്യോഗസ്ഥ സംഘം കൂടുതൽ കൂടിയാലോചനകൾ നടക്കും. ഉന്മേഷ്, ഇപ്പോൾ നാട്ടുകാരിൽ ചിലർ ഈ വഴിയിൽ, അതായത് ഈ ഗോപൻ സ്വാമിയുടെ വീട്ടിലേക്ക് പോകുന്ന ആ വഴി കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. അവരുടെ പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത് ഈ കുടുംബാംഗങ്ങളിൽ ചിലർ, അതേപോലെ തന്നെ അവരുടെ അഭിഭാഷകർ, അതേപോലെ തന്നെ ഹൈന്ദവ സംഘടനാ പ്രതിനിധികളായിട്ടുള്ള ചിലരൊക്കെ ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. അതിൽ പച്ചവർഗീയത ഉണ്ടെന്നാണ് ഇവർ ആരോപിക്കുന്നത്. അവർക്കെതിരെ കേസെടുക്കണമെന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചിലർ പരാതി നൽകുമെന്നായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥർ ആദ്യം പറഞ്ഞത്. ഇവിടെ ഒരു ക്രമസമാധാന പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ ഈ ഭാഗത്തെ മാറ്റുകയായിരുന്നു പോലീസ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ മാറ്റുമ്പോഴാണ് ചെറിയൊരു തർക്കമുണ്ടായത്. എന്തായാലും ഈ അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അജീഷിലേക്ക് എത്താം. അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സ്ഥലത്ത് ചെറിയൊരു സംഘർഷാവസ്ഥയുണ്ട്. പോലീസ് അവിടെ കൂടി നിൽക്കുന്ന ആളുകളെ. അജീഷ്, കേൾക്കാമെങ്കിൽ തുടർന്നുകൊള്ളൂ. അജീഷ്. ഉന്മേഷ്, എന്തായാലും ഇവിടെ ഇപ്പോൾ ഒരു വലിയ സംഘർഷ സാധ്യതയുണ്ട്. അതായത് ഇപ്പൊ നാട്ടുകാരിൽ ചിലർ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് ഈ വിഷയമുണ്ടായിപ്പോൾ കല്ലറ പൊളിക്കാൻ ഉദ്യോഗസ്ഥർ എത്തിയ സമയത്ത് ഇതിന്റെ കുടുംബാംഗങ്ങളും അതേപോലെ തന്നെ ഹൈന്ദവ സംഘടനയിലെ ചില പ്രതിനിധികളും അതേപോലെ തന്നെ ചില അഭിഭാഷകരും വലിയ രീതിയിലുള്ള വർഗീയ പരാമർശം നടത്തിയെന്നാണ്. ഇവർക്കെതിരെ കേസെടുക്കണമെന്നാണ് ഈ നാട്ടുകാർ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. എന്തായാലും നമുക്ക് അവരുടെ ചേട്ടാ, എന്താണ് നിങ്ങളുടെ ആവശ്യം? മറ്റൊന്നുമല്ല, കളക്ടർ, സബ് കളക്ടർ എല്ലാം ഓർഡർ കൊടുത്തിട്ട് ഇവിടെ വന്ന് അവിടെ സബ് കളക്ടർ ഉണ്ടായിരുന്നു, മറ്റുള്ള ആൾക്കാരുണ്ടായിരുന്നു, മീഡിയാസ് ഉണ്ടായിരുന്നു.
ഉന്മേഷ ചില പരാമർശങ്ങൾ, ആ പരാമർശങ്ങളാണ് ഇപ്പോൾ വലിയ പ്രതിഷേധത്തിനിടയാക്കുന്നത്. അങ്ങനെയാണ് ഒരു ക്രമസമാധാന പ്രശ്നമുണ്ടെന്ന് പോലീസ് മനസ്സിലാക്കി. അവരിപ്പോൾ ക്രമസമാധാന പ്രശ്നം ഉണ്ടായിരുന്നു, വലിയൊരു കമ്മ്യൂണൽ ഇഷ്യൂവിലേക്ക് കാര്യങ്ങൾ കടക്കേണ്ട ഒരു സാഹചര്യം തന്നെയുണ്ട്. അതുകൊണ്ടാണ് പോലീസ് ഇവരുടെ നടപടികളെല്ലാം ഇന്ന് പൂർണ്ണമായിട്ടും നിർത്തിയത്. എന്തായാലും ഉദ്യോഗസ്ഥരെല്ലാവരും തന്നെ ഇവിടുന്ന് മടങ്ങുകയാണ്. അവർ നേരെ നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിലേക്കായിരിക്കും പോവുക. നെയ്യാറ്റിൻകര ഡിവൈഎസ്പി അടക്കമുള്ള ഉദ്യോഗസ്ഥരുണ്ട്, അതേപോലെ തന്നെ സബ് കളക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥരുണ്ട്, റവന്യൂ ഉദ്യോഗസ്ഥരുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. ഇവരെല്ലാം നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിലെത്തി ഒരു കൂടിയാലോചന നടത്തും. കൂടിയാലോചനയ്ക്ക് നടത്തിയതിനു ശേഷം ഈ കുടുംബത്തിന് നിയമപരമായ ഒരു നോട്ടീസ് നൽകും. അവർ നേരത്തെ പറഞ്ഞതനുസരിച്ച്, സബ് കളക്ടർ പറഞ്ഞതനുസരിച്ചിട്ട് എല്ലാം നിയമപരമായി തന്നെയാണ് എടുത്തത്. ഒരു മതവിശ്വാസപരമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊന്നും തങ്ങൾക്ക് പ്രത്യേക നടപടിയൊന്നും എടുക്കാൻ സാധിക്കില്ല. നിയമപരമായിട്ടാണ് കാര്യങ്ങളെല്ലാം നടത്തിയത്. ജില്ലാ കളക്ടർ ഉത്തരവിട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഈ നടപടികൾ ഇതുവരെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇങ്ങനൊരു ക്രമസമാധാന പ്രശ്നം ഉടലെടുത്തത് കൊണ്ട് തന്നെ അവർ ഇന്നത്തേക്ക് തൽക്കാലത്തേക്ക് ഈ ഒരു നടപടി, ഈ ഒരു കല്ലറ പൊളിക്കുന്ന നടപടി നിർത്തിവെക്കുകയാണ് ചെയ്തത്. എന്തായാലും അവർ ഉദ്യോഗസ്ഥർ നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിലേക്ക് പോകും. അവിടെ എത്തി കൂടിയാലോചന നടത്തും. തുടർന്ന് കുടുംബത്തിന് നോട്ടീസ് നൽകിയതിനു ശേഷം മറ്റൊരു ദിവസം, അല്ലെങ്കിൽ നാളെയോ മറ്റന്നാളോ ഏതെങ്കിലും ഒരു ദിവസം അവർ തീരുമാനിച്ച് ഇവിടെ എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ വീടിരിക്കുന്ന ഈ സ്ഥലത്തിന് മുന്നിൽ ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്. ഈ ക്ഷേത്രത്തിന് മുന്നിലായിട്ട് രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അത് വലിയ രീതിയിൽ വളരാതിരിക്കാനുള്ള ഒരു ശ്രമമാണ് പോലീസ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നാട്ടുകാരിൽ ചിലർ അവർക്കെതിരെ മോശം പരാമർശം നടത്തിയ, വർഗീയ പരാമർശം നടത്തിയവർക്കെതിരെ കേസെടുക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അതാണ് ഇവിടെ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ. പോലീസ് അവരെ പിന്തിരിപ്പിച്ച് അനുനയിപ്പിച്ച് ഇവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. ഈ നാട്ടുകാരിൽ ഇത് പല രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ അടക്കമുള്ളവരുണ്ട്, പല മതവിഭാഗത്തിൽപ്പെട്ടവരുണ്ട്. എന്തായാലും അവരിൽ ചിലരാണ് ഈ കേസിൽ നിർണായകമായ പരാതി നൽകിയത്. എന്തായാലും ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇവിടെ എത്തി ആ മിസ്സിംഗ് കേസിൽ അന്വേഷണം നടത്തിയത്. എന്തായാലും അത് ഇപ്പോൾ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിരിക്കുകയാണ്. എന്തായാലും പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഈ കല്ലറ പൊളിക്കുന്ന നടപടി തൽക്കാലത്തേക്ക് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. റവന്യൂ ഉദ്യോഗസ്ഥരെല്ലാം അവർ മറ്റൊരു ദിവസത്തേക്ക് മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്തായാലും ഈ സംഘർഷാവസ്ഥ ഇവിടെ തുടരുക തന്നെയാണ്. പോലീസ് ഉദ്യോഗസ്ഥർ എന്തായാലും ഇവിടെ ക്യാമ്പ് ചെയ്യും, തുടർന്നും ഇവിടെ ഉണ്ടാകും. അതിനുശേഷം മാത്രമായിരിക്കും അടുത്ത നടപടിയിലേക്ക് കടക്കുക. അജീഷ് ജയകുമാറാണ് ഇപ്പോൾ സംഭവ സ്ഥലത്ത് നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നെയ്യാറ്റിൻകരയിൽ ഗോപൻ സ്വാമിയുടെ ദുരൂഹ മരണത്തിൽ കല്ലറ പൊളിക്കുന്ന നടപടി തൽക്കാലത്തേക്ക് ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. കൂടിയാലോചനയ്ക്ക് ഉദ്യോഗസ്ഥർ നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിലേക്ക് മാറുകയാണ്. ക്രമസമാധാന പ്രശ്നം ചൂണ്ടിക്കാണിച്ചാണ് ഇപ്പോൾ പോലീസിന്റെ നടപടി. അജീഷ് ജയകുമാർ തത്സമയം ചേരുന്നുണ്ട് ഇപ്പോൾ സംഭവ സ്ഥലത്ത് നിന്ന്. അജീഷ്, നേരിയ പ്രതിഷേധം, മുദ്രാവാക്യം വിളികളൊക്കെ ഉണ്ടായിരുന്നുവല്ലോ, ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമായിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ അജീഷ്? ഉന്മേഷ, പോലീസ് ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമാക്കാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ പുറത്ത് ഒരു വിഭാഗം നാട്ടുകാർ ഇവിടെ തടിച്ചുകൂടിയിരിക്കുകയാണ്. അവരുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമെന്ന് പറയുന്നത് ഈ കുടുംബത്തിലെ ചില ആളുകളും അതേപോലെ തന്നെ ചില അഭിഭാഷകരും അതേപോലെ തന്നെ ഈ ഹൈന്ദവ സംഘടനയിലെ ചില പ്രതിനിധികളും ചില പരാമർശങ്ങൾ നടത്തി. ആ പരാമർശങ്ങൾക്കെതിരെ പോലീസ് നടപടിയെടുക്കണമെന്നാണ് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. ഇപ്പോൾ ചില നാട്ടുകാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഈ പ്രതിഷേധത്തിന്റെ ഒരു ഉദ്ദേശം എന്തായിരുന്നു? ഞങ്ങളുടെ ആവശ്യം ഒന്ന്, ഇവിടെ മുസ്ലിമുകൾ ഹിന്ദു എന്നുള്ള വേർതിരിവ് ഇവിടെ ഇല്ല. അവിടെ അകത്തുകൂടിയ RSS പ്രവർത്തകരും VSDPയുടെ പ്രവർത്തകർ പറയുന്നത് ഇത് മുസ്ലിങ്ങളുടെ ഒരു ആവശ്യം അങ്ങനെ ഇല്ല. ഇവിടെ മുസ്ലിങ്ങളായിരുന്നാലും ഹിന്ദുക്കളായിരുന്നാലും ഇവിടെ സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന നാടാണ്. പ്രത്യേകിച്ച് കേരളമാണിത്, അറിയാമല്ലോ, കേരളമാണ്. അതിലുപരി ആറാലുമൂടാണ്. അങ്ങനെ ജീവിക്കുന്ന എല്ലാ ജാതി മതത്തിൽപ്പെട്ടവരും കലർന്ന് ജീവിക്കുന്ന സ്ഥലമാണ്. അങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് പോകരുത്. ആദ്യമായി ഇവിടെ ഒരു റിക്വസ്റ്റ് എന്ന് പറയാനുള്ളത്, ഇവിടെ വർഗീയത പറയരുത്. ഇവിടെ നിങ്ങൾ ഇന്ന് ചെയ്താലും നാളെ ചെയ്താലും പോലീസ് ഇപ്പോൾ ഈ കുടുംബത്തിന്റെ അഭിഭാഷകരായി ഇവിടെ എത്തി, അതായത് കുടുംബത്തിന്റെ അഭിഭാഷകരും അതേപോലെ തന്നെ ഈ ഹൈന്ദവ സംഘടനാ പ്രതിനിധികളും ഇതുവഴി നടന്നു പോകുകയായിരുന്നു. അവരെ നാട്ടുകാർ കൂവുന്നു, അവർക്കെതിരെ നാട്ടുകാർ കൂവി ആ ഒരു ദൃശ്യങ്ങളാണ് കാണുന്നത്. എന്തായാലും പോലീസിന്റെ സംരക്ഷണയോടെയാണ് അവരിപ്പോൾ പുറത്തേക്ക് പോകുന്നത്. ഒരു ക്രമസമാധാന പ്രശ്നം ഇവിടെ ഇപ്പോഴും തുടരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ കുടുംബാംഗങ്ങൾ അടക്കമുള്ളവരുണ്ട്, അവരെ ഇപ്പോൾ പോലീസിന്റെ സംരക്ഷണയിൽ പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. നാട്ടുകാരിൽ ചിലർ ഇപ്പോഴും ഇവിടെ തമ്പടിച്ച് നിര നിൽക്കുക. അവരുടെ പരാമർശങ്ങൾ ഈ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ അല്ലെങ്കിൽ ഹൈന്ദവ സംഘടനയിലെ പ്രതിനിധികളുടെ ഭാഗത്തു നിന്നുണ്ടായ ചില അഭിഭാഷകർ ആ പരാമർശങ്ങളാണ് നാട്ടുകാരെ പ്രകോപിപ്പിച്ചത്. അതുകൊണ്ടാണ് അവർ പ്രതിഷേധവുമായി ഇവിടെ എത്തിയത്. അവരെ ഇപ്പോൾ പോലീസ് അനുനയിപ്പിച്ച് പിന്തിരിപ്പിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ പക്ഷേ പിന്തിരിയാൻ തയ്യാറാകുന്നില്ല, ഇപ്പോഴും അവിടെ പിടിക്കുന്നുണ്ട്. എന്തായാലും പോലീസ് ഈ കുടുംബത്തിന്റെ ചില അഭിഭാഷകരും അതുപോലെ തന്നെ രണ്ട് മക്കൾ, ഈ ഗോപൻ സ്വാമിയുടെ രണ്ട് മക്കളെയും പോലീസ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് ഇവിടുന്ന് മാറ്റുന്നുണ്ട്. കസ്റ്റഡിയിൽ എടുത്തതാണോ എന്ന് നമുക്ക് ഉറപ്പില്ല. കാരണം നേരത്തെ വലിയൊരു നാടകീയ രംഗങ്ങൾ ഈ കല്ലറയ്ക്ക് മുന്നിൽ നടന്നിരുന്നു. അതുകൊണ്ട് ഈ രണ്ട് മക്കളെയും പോലീസ് ഇപ്പോൾ ഇവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട്. കൂടെ അഭിഭാഷകരുമുണ്ട്, അവരുടെ അഭിഭാഷകരടക്കമുള്ളവരുണ്ട്. അങ്ങോട്ടേക്ക് പോലീസ് മാറ്റുകയാണ്. താഴെ ഈ നാട്ടുകാരുടെ പ്രതിഷേധമുണ്ട്, അവരെ ഇപ്പോൾ പോലീസ് അവിടെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്.
അവിടെ അത് എല്ലാ നാട്ടിൽ പല രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികളടക്കമുള്ളവരുണ്ട്. അവരാണ് നേരത്തെ പ്രതിഷേധവുമായി എത്തിയത്. ഈ ഒരു ക്രമസമാധാന പ്രശ്നം നിലനിൽക്കുന്നത് കൊണ്ടായിരുന്നു പോലീസ് ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ തൽക്കാലത്തേക്ക് നിർത്തിവെച്ച് ഈ കല്ലറ പൊളിക്കുന്ന നടപടികൾ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചത്. എന്തായാലും നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിലേക്ക് ഉദ്യോഗസ്ഥർ പോകുന്നുണ്ട്. അവിടെ ചെന്നിട്ട് ഒരു കൂടിയാലോചനയ്ക്ക് ശേഷം മാത്രമേ ഈ കല്ലറ പൊളിക്കുന്ന അടുത്ത ഘട്ട നടപടികളിലേക്ക് കടക്കുകയുള്ളൂ. എന്തായാലും പോലീസ് ഈ 2 മക്കളെയും, അതായത് ഗോപൻ സ്വാമിയുടെ 2 മക്കളെയും, സദനൻ അതുപോലെ മറ്റൊരു മകനെയും, ഇളയ മകനെയും ഇവിടെ നിന്ന് പോലീസ് മാറ്റുന്നു. അവരുടെ അഭിഭാഷകനും ഒപ്പമുണ്ട്. ഇവരെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ് പോലീസ്. നാട്ടുകാർ അവിടെ താഴെ വലിയ പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. പോലീസ് അവിടെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. എന്തായാലും ഇവർ നടത്തിയ പരാമർശങ്ങളാണ് വലിയ വിവാദത്തിലേക്ക് കടന്നു. ഇപ്പോൾ അഭിഭാഷകൻ സംസാരിക്കുന്നുണ്ട്. ആദ്യത്തെ കൺസേൺ ആദ്യം പറഞ്ഞു ഇതിൽ നമുക്ക് യാതൊരു റോളും ഇല്ല എന്നാണ് ബഹുമാനപ്പെട്ട RDO പറഞ്ഞത്. ഇപ്പോൾ ആ കൺസേണൊക്കെ ഞാൻ പറഞ്ഞു, ഇത് തീർച്ചയായിട്ടും ഇത് കേവലം CRPCയുടെ മാത്രം പശ്ചാത്തലത്തിൽ കാണേണ്ട ഒരു കാര്യമല്ല. ഇത് കുടുംബം പൂജിക്കുന്ന ഒരു സ്ഥലമാണ്. ഏതെങ്കിലും ഒരു വ്യക്തിയെ കുഴിച്ചിട്ട ഒരു സ്ഥലമായിട്ട് ഇതിനെ കാണരുത്. RDO ആ കൺസേൺ സ്വീകരിച്ചിട്ടുണ്ട്. ഒരു വൈരുദ്ധ്യമില്ല. അതൊക്കെ മാധ്യമ വർഷം മാത്രമാണ്. ഒരു വൈരുദ്ധ്യമില്ല. നമ്മൾ പോയിക്കോട്ടെ. ഇത് ചില വർഗീയ പരാമർശം ആളുകൾ നടത്തുന്നുണ്ട്. അതൊക്കെ നടത്തുന്ന കാര്യമാണോ? ഒരു വൈരുദ്ധ്യമല്ല. ചില ആളുകൾ വർഗീയമായിട്ട് ഇതിനെ കാണാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ ഗോപൻ സ്വാമിയുടെ 2 മക്കളെയും അവിടെ നിന്ന് നീക്കുകയാണ്. അഭിഭാഷകനും അവിടെയുണ്ട്. നേരത്തെ ചെറിയ സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നു. നാട്ടുകാർ ഒരു ഭാഗത്ത് പ്രതിഷേധവുമായി അവിടെ തുടരുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഗോപൻ സ്വാമിയുടെ മക്കളെ അവിടെ നിന്ന് മാറ്റുന്നത്. ഇത് കല്ലറയുടെ മാത്രം പ്രശ്നമായി കാണരുത് എന്നതാണ് അവരുടെ വാദം. അഭിഭാഷകൻ അത് പറയുകയും ചെയ്തു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് RDO ആ വാദങ്ങൾ മുഖവിലക്കെടുത്തു എന്നാണ് പറയുന്നത്. ഏതായാലും പോലീസ് തൽക്കാലത്തേക്ക് ഈ കല്ലറ പൊളിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നുണ്ട്. ഇനിയുള്ള തുടർ നടപടികൾ പോലീസ് കൂടി ആലോചിച്ച് നടപ്പാക്കും. നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിലേക്ക് ഉദ്യോഗസ്ഥ സംഘം മടങ്ങും എന്നാണ് അറിയുന്നത്. പക്ഷേ അപ്പോഴും ചെറിയ സംഘർഷാവസ്ഥയുണ്ട്. അവിടെ നാട്ടുകാർ സംഘടിക്കുന്ന അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് അവിടെ തുടരുമെന്ന് പ്രതീക്ഷിക്കാം. അവിടെ പ്രതിഷേധിക്കുന്ന ഒരു വിഭാഗത്തെ മാറ്റാനുള്ള നീക്കം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. അതിനിടയിലാണ് പോലീസിനെതിരെയും മുദ്രാവാക്യം വിളികൾ ഉണ്ടായത്. ഇക്കാര്യത്തിൽ നടപടി പോലീസ് സ്വീകരിക്കുന്നില്ല എന്നിങ്ങനെയുള്ള മുദ്രാവാക്യങ്ങളൊക്കെ അവർ മുഴക്കുന്നുണ്ടായിരുന്നു. തങ്ങളെ തള്ളി നീക്കേണ്ടതില്ല എന്നൊക്കെ നാട്ടുകാർ വിളിച്ചു പറയേണ്ടതുണ്ടായിരുന്നു. ആ ദൃശ്യങ്ങൾ കൂടി ഒരു ഭാഗത്ത് ഇപ്പോൾ കാണാൻ കഴിയും. അങ്ങനെ ചെറിയൊരു സംഘർഷാവസ്ഥ അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഈ ഗോപൻ സ്വാമിയുടെ 2 മക്കളെ അവിടെ നിന്ന് മാറ്റുന്നത്. അഭിഭാഷകനൊപ്പമാണ് അവിടെ നിന്ന് അജീഷ് ജയകുമാർ തുടരുന്നുണ്ട് വിവരങ്ങളുമായി. അജീഷ്, അതായത് ഇവരെ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത് അജീഷ്? ഉന്മേഷ് നേരത്തെ പറഞ്ഞതുപോലെ അത് ഉദ്യോഗസ്ഥർ ഇവിടുന്ന് ഈ നടപടികളൊക്കെ താൽക്കാലികമായി നിർത്തിയിട്ട് നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ഈ മുതിർന്ന ഉദ്യോഗസ്ഥരും സീനിയറായിട്ടുള്ള ഉദ്യോഗസ്ഥരും റവന്യൂ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിലെത്തി ഒരു കൂടിയാലോചന നടത്തുന്നുണ്ട്. ആ കൂടിയാലോചനയ്ക്ക് വേണ്ടി കുടുംബാംഗങ്ങളുമായി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെ കൂടി കൊണ്ടുപോകുന്നത്. 2 മക്കളും അവരുടെ അഭിഭാഷകനും ഒപ്പമാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. അവരുമായി സംസാരിച്ചത് ഇവിടെ ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടായ ഒരു ഉടലെടുത്ത ഒരു സാഹചര്യത്തിൽ ഇനി തുടർന്നുള്ള നടപടികളിൽ അതങ്ങനെ ഒരു ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവരെ ഇപ്പോൾ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത്. അവിടെ മറ്റു ഉദ്യോഗസ്ഥരെല്ലാം അങ്ങോട്ടേക്ക് എത്തും. സബ് കളക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥരെല്ലാം അങ്ങോട്ടേക്ക് വൈകാതെ എത്തും. അതിനുശേഷമായിരിക്കും ഇവർ ചർച്ച തുടങ്ങുക. എന്തായാലും ഈ പോലീസ് ഈ നടപടി പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചിട്ടില്ല. തൽക്കാലത്തേക്ക് മാത്രമാണ് നിർത്തിവച്ചിരിക്കുന്നത്. തുടർന്ന് ഈ നടപടി, അതായത് മറ്റൊരു ദിവസത്തേക്ക് അത് നടത്താനാലും അത് എങ്ങനെയാണെങ്കിൽ ഈ കൂടിയാലോചനയ്ക്ക് ശേഷമായിരിക്കും പോലീസ് ഉദ്യോഗസ്ഥർ തീരുമാനിക്കുക. എന്തായാലും ആ കൂടിയാലോചന കുറച്ച് സമയത്തിന് ശേഷം നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിൽ തുടങ്ങും. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ ക്രമസമാധാന പ്രശ്നം ഇപ്പോൾ തൽക്കാലമായിട്ട് അവരെ മാറ്റിയതോടെ തന്നെ ഇപ്പോൾ താൽക്കാലികമായിട്ടൊന്ന് അടങ്ങിയിട്ടുണ്ട്. പക്ഷേ നാട്ടുകാർ ഇപ്പോഴും അവിടെ തമ്പടിച്ച് നിൽക്കുകയാണ്. അവരിൽ ഈ അഭിഭാഷകരൊക്കെ പോയ സ്ഥിതിക്ക് ഇനി കൂടുതൽ പ്രതിഷേധമുണ്ടാകില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. അവിടെ സ്ഥിതിഗതികൾ തൽക്കാലത്തേക്ക് ശാന്തമാണ്. 2 പ്രധാനപ്പെട്ട വാർത്തകൾ അതിനിടയിൽ വരുന്നുണ്ട്. പീച്ചി ഡാം അപകടവുമായി ബന്ധപ്പെട്ട് ആൻഗ്രേസ് എന്ന് പറയുന്ന പെൺകുട്ടിയുടെ നില അതീവ ഗുരുതരമെന്ന വിവരം വരുന്നു. 2 പേരാണ് വെന്റിലേറ്ററിലുള്ളത്. അത് ഇപ്പോൾ മന്ത്രി കെ രാജൻ ആശുപത്രിയിലേക്ക് തിരിച്ചിരിക്കുന്നുവെന്ന വാർത്ത വരുന്നുണ്ട്. പത്തനംതിട്ടയിൽ ദളിത് പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ 11 പേർ കൂടി ഇന്ന് അറസ്റ്റിലായി. കേസിൽ ആകെ അറസ്റ്റിലായവരുടെ എണ്ണം 39ആയി. അന്വേഷണം CBIയെ ഏൽപ്പിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ഇലവംതിട്ട പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പേർ അറസ്റ്റിലായത്. 9 പേർ. പത്തനംതിട്ട, മലയാലപ്പുഴ സ്റ്റേഷനുകളിൽ ഓരോരുത്തരും അറസ്റ്റിലായി. പെൺകുട്ടിയുടെ മൊഴി അനുസരിച്ച് സംശയമുള്ളവരെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. പറഞ്ഞ മൊഴിയുടെ അടിസ്ഥാനത്തിൽ 58 പേരെ ഇതിനകം തിരിച്ചറിഞ്ഞു. ഇതിൽ ചിലർ വിദേശത്താണ്. ആകെ 29 FIR ആണ് വിവിധ സ്റ്റേഷനുകളിലായി രേഖപ്പെടുത്തിയത്.
മഹിളാ മന്ദിരത്തിലുള്ള പെൺകുട്ടിക്ക് കൗൺസിലിംഗ് നൽകി വരികയാണ്. കുട്ടിയുടെ മാതാപിതാക്കളുടെയും സഹോദരന്റെയും മൊഴി വീണ്ടും വിശദമായി രേഖപ്പെടുത്താനും അന്വേഷണ സംഘം തീരുമാനിച്ചു. പീഡനത്തിന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തുവരുന്നത്. കഴിഞ്ഞ വർഷം ജനുവരിയിൽ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പെൺകുട്ടിയെ 4 പേർ കൂട്ടബലാത്സംഗം ചെയ്തെന്ന എഫ്ഐആറിലുണ്ട്. പ്രതികളിൽ ഒരാളുടെ ബന്ധു ഇവിടെ ചികിത്സ തേടിയിരുന്നു. ഇവരെ കാണാനെന്ന വ്യാജേനയാണ് പെൺകുട്ടിയെ എത്തിച്ചത്. കേസ് CBI അന്വേഷിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം SIT ആയിരുന്നാലും ഈ കേസ് അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുണ്ട്. പ്രതികൾ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കേന്ദ്ര ഏജൻസി CBI അന്വേഷണം ഈ വിഷയത്തിൽ അനിവാര്യമാണ് എന്ന് ഞാൻ കരുതുകയാണ്. DIG അജിത ബീഗത്തിന്റെ മേൽനോട്ടത്തിൽ പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. 24 പത്തനംതിട്ട. റഷ്യൻ കൂലിപ്പട്ടാളത്തിലകപ്പെട്ട മലയാളി മരിച്ചു. തൃശൂർ സ്വദേശി ബിനിൽ ആണ് യുദ്ധമുഖത്ത് വെടിയേറ്റ് മരിച്ചത്. ഇന്ത്യൻ എംബസി ഈ വിവരം ബിനിലിന്റെ കുടുംബത്തെ അറിയിച്ചു. സൂരജ് സജ്ജുണ്ട് വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന്. സൂരജ്, എപ്പോഴാണ് വിവരം കുടുംബത്തിന് കിട്ടിയത്? എന്തൊക്കെയാണ് വിവരങ്ങൾ സൂരജ്? ഉന്മേഷ്, അല്പസമയം മുമ്പാണ് ഇന്ത്യൻ എംബസി ഔദ്യോഗികമായി തന്നെ ഈ ബിനിലിന്റെ മരണം സ്ഥിരീകരിച്ചുകൊണ്ടുള്ള വിവരം കുടുംബത്തെ അറിയിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ ബിനിൽ മരണപ്പെട്ടതായുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. പക്ഷെ അതൊരു ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല. അത്തരത്തിലുള്ള സൂചനകളായിരുന്നു വന്നിരുന്നത്. ബിനിലിന് വെടിയേറ്റു എന്ന തരത്തിലുള്ള വാർത്തയും പിന്നീട് മരിച്ചു എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നെങ്കിൽ പോലും ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല. ഇന്ന് ഇന്ത്യൻ എംബസി തന്നെയാണ് ബിനിൽ മരിച്ചു എന്ന വിവരം ഔദ്യോഗികമായി കുടുംബത്തെ അറിയിച്ചിരിക്കുന്നത്. അതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചു എന്നും പറയുന്നു. കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ബിനിലിനെയും അതുപോലെ തന്നെ തൃശൂരിൽ നിന്ന് പോയ ജെയിനെയും ഈ യുദ്ധമുഖത്ത് മുൻനിര പോരാളിയായി റഷ്യൻ പട്ടാളം നിയമിച്ചത്. അതിനുശേഷം വലിയ ആശങ്ക കുടുംബം പ്രകടിപ്പിച്ചിരുന്നു. കാരണം യുദ്ധമുഖത്ത് ഒരു പരിചയവുമില്ലാത്ത ആളുകളെ മുൻനിര പോരാളികളായി നിയമിച്ചാൽ സ്വാഭാവികമായി ഇവരുടെ ജീവൻ നഷ്ടപ്പെടുന്നതിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഇവരെ ഇന്ത്യയിലേക്ക് മടക്കി കൊണ്ടുവരുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നടക്കം കുടുംബം ആവശ്യപ്പെട്ടിരുന്നു. ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് അതിനുള്ള നടപടികളും എല്ലാം മുന്നോട്ട് പോയെങ്കിൽ പോലും അതിൽ ഒരു ഫലപ്രാപ്തിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇതിനിടയിലാണ് ബിനിലിന് യുദ്ധമുഖത്ത് നിന്ന് വെടിയേൽക്കുന്നതും പിന്നീട് ബിനിൽ മരിക്കുകയും ചെയ്തത്. അതോടൊപ്പം തന്നെ ഒപ്പമുണ്ടായിരുന്ന ജെയിൻ നിലവിൽ മോസ്കോയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ വയറിന് ഒരു ശസ്ത്രക്രിയക്ക് വിധേയമാക്കി എന്നുള്ളതാണ് ജെയിൻ അറിയിച്ചിട്ടുള്ളത്. പക്ഷേ യുദ്ധമുഖത്ത് തന്നെ നിന്ന് ജെയിനും പരിക്കേറ്റു എന്നുള്ളതാണ് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയാത്ത റിപ്പോർട്ടുകളായി നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നത്. എന്തായാലും അതിൽ യുദ്ധമുഖത്തുണ്ടായിരുന്ന നിലവിൽ റഷ്യയിൽ കുടുങ്ങിയ കൂലിപ്പട്ടാളത്തിൽ കുടുങ്ങിയ 2 പേരിൽ ഒരാൾ ഒരാൾ നിലവിൽ ആശുപത്രിയിലുമായിരിക്കുന്നു. ഉന്മേഷ്, സൂരജ്, ഈ മറ്റു വിവരങ്ങൾ ഇപ്പോൾ കൈമാറിയിട്ടുണ്ടോ ഇന്ത്യൻ എംബസി? ഇനിയും മൃതദേഹം ഇവിടേക്ക് എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടോ അങ്ങനെ ഈ തുടർ നടപടികൾ സംബന്ധിച്ച് വിവരങ്ങൾ കൈമാറുന്നുണ്ടോ കുടുംബത്തിന് എംബസി? നിലവിൽ ഈ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുന്ന അടക്കമുള്ള നടപടികൾ സ്വീകരിക്കുമെന്നുള്ളത് തന്നെയാണ് ഇന്ത്യൻ എംബസി അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപ്, അതായത് 1 മാസം മുൻപാണ് തൃശ്ശൂരിൽ നിന്ന് തന്നെ പോയ കൂലിപ്പട്ടാളത്തിൽ പോയ ഒരു യുവാവ് നേരത്തെയും സമാനമായ രീതിയിൽ യുദ്ധമുഖത്ത് വെച്ച് കൊല്ലപ്പെട്ടിരുന്നു. പിന്നീട് ആ യുവാവിനെ ആഴ്ചകൾക്ക് ശേഷമാണ് ആ യുവാവിന്റെ മൃതദേഹം നാട്ടിലേക്ക് എത്തിച്ചത്. അതും ഇന്ത്യൻ എംബസി ഏറെ പ്രയാസകരമായി നടത്തിയ നീക്കങ്ങൾക്കൊടുവിലായിരുന്നു ഈ മൃതദേഹം നാട്ടിലെത്തിക്കാനായത്. എന്തായാലും നിലവിൽ ഈ മരണം സംബന്ധിച്ചുള്ള ഔദ്യോഗിക വിവരങ്ങളടക്കം തന്നെ കുടുംബത്തിന് ഔദ്യോഗികമായി തന്നെ രേഖാമൂലം അറിയിക്കും. അല്ലെങ്കിൽ ആ വിവരം ഫോൺ മുഖാന്തരമാണ് ഇന്ത്യൻ എംബസിയുടെ സന്ദേശം കുടുംബത്തിന് പ്രാഥമികമായി ലഭിച്ചിരിക്കുന്നത്. തുടർ നടപടികളെല്ലാം തന്നെ ഇന്ത്യൻ എംബസി സ്വീകരിച്ചു വരികയാണ്. പക്ഷെ കുടുംബത്തെ സംബന്ധിച്ച് ഇവരെ മടക്കി കൊണ്ടുവരുന്നതിനെ ഏറെ പ്രയാസപ്പെട്ട കുടുംബം എല്ലാ വഴികളും ശ്രമിച്ചതാണ്. പല രാഷ്ട്രീയ നേതാക്കളെ കാണുന്നു, കേന്ദ്രമന്ത്രിമാരെ കാണുന്നു, അങ്ങനെ എല്ലാ തരത്തിലും ഇവരെ നാട്ടിലേക്ക് മടക്കി കൊണ്ടുവരുന്നതിനുള്ള ഒരു ശ്രമം കുടുംബം നടത്തിയതാണ്. പക്ഷേ അതൊന്നും ഫലപ്രാപ്തിയിലേക്ക് എത്തുന്നതിന് മുൻപാണ് ബിനിലിന്റെ ജീവൻ നഷ്ടമായിരിക്കുന്നത്. ഉന്മേഷ്, സൂരജ് സജ്ജിയാണ് വിവരങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്നും. വയനാട് പുൽപ്പള്ളി അമരക്കുനിയിൽ ഭീതി പടർത്തിയ കടുവയെ പിടികൂടാനുള്ള ദൗത്യം ഊർജിതം. ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. തിരച്ചിൽ തുടരുന്നതിനിടെ പ്രദേശത്ത് വീണ്ടും കടുവയുടെ ആക്രമണത്തിൽ ആട് ചത്തു. ആരോഗ്യ പ്രശ്നങ്ങളുള്ളതിനാൽ കടുവയെ കൂട്ടിലേക്ക് മാറ്റുന്നതിനാണ് പരിഗണന. നമുക്ക് ശുഭസൂചനയാണ്. കാരണം ഇത് കൂടിന് അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പരമാവധി ഇന്ന് ജാഗ്രത പാലിക്കേണ്ടതാണ്. പരമാവധി ഡിസ്റ്റർബൻസ് ഒഴിവാക്കി ഈ വഴിയുള്ള ഗതാഗതം ഒഴിവാക്കിക്കൊണ്ടും അടുത്തുള്ള വീടുകളിലുള്ള തൊഴുത്തുകളിലുള്ള ആടുകളെ ബന്ദോബസ്തിലാക്കിക്കൊണ്ടും പരമാവധി ആ ഭാഗത്തുള്ള ലൈറ്റുകളും നമ്മൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അതെല്ലാം തന്നെ കടുവ വരാൻ സാധ്യത കുറയും. വനംവകുപ്പിൻ്റെ ഒരു സാന്നിധ്യം 24 മണിക്കൂറും ഇവിടെ ഉണ്ടാവും. കൂങ്കിയാനകൾ എത്തിയിട്ടുണ്ട്. കൂങ്കിയാനകളെ ആവശ്യമെങ്കിൽ ഈ ഭാഗത്ത് പെട്രോളിങ്ങിന് നിയോഗിക്കും. കഴിവതും ഡിസ്റ്റർബൻസ് ഒഴിവാക്കുക എന്നുള്ളതാണ്. ഈ ഭാഗത്തേക്ക് ഈ കൂട്ടിലേക്ക് കടുവയെ ആകർഷിക്കുക എന്നുള്ളൊരു തന്ത്രമാണ് നമ്മളിപ്പോൾ സ്വീകരിച്ചു വരുന്നത്. അത് ഫലം കാണുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സുർജിത്ത് അയ്യപ്പനുണ്ട് ഇപ്പോൾ വിശദാംശങ്ങളുമായി വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, ഉടൻ പിടിയിലാകും
കൂട്ടിലാകും കടുവയെന്നാണോ വനംവകുപ്പ് പറയുന്നത്? പ്രതീക്ഷയുണ്ട് ഉന്മേഷ്. ആ പ്രതീക്ഷ തന്നെയാണ് നാട്ടുകാരുടെയും ആഗ്രഹം അതുതന്നെയാണ്. എന്തായാലും കടുവയെ പിടികൂടാനുള്ള ദൗത്യം പുരോഗമിക്കുകയാണ് വനംവകുപ്പ്. ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുകയാണ്. ഒപ്പം തന്നെ ഇന്ന് കുങ്കിയാനകളെ ഇറക്കിയിട്ടില്ല. എനിക്ക് പിറകിലുള്ളത് കോന്നി സുരേന്ദ്രനാണ്. ഈ കുങ്കിയാനയെ പുറത്തേക്ക് ഇറക്കിയിട്ടില്ല. ആ ദൃശ്യത്തിലേക്ക് നമുക്കൊന്ന് പോകാം. ഇത് തൊട്ട് അടുത്തുള്ള അമരക്കുനിക്ക് അടുത്തുള്ള ഒരു തേക്കിൻ തോട്ടമുണ്ട്. ആ തേക്കിൻ തോട്ടത്തിലാണ് ഈ ആനകളെ തളച്ചിരിക്കുന്നത്. കോന്നി സുരേന്ദ്രനും വിക്രമും 2 ആനകളെയാണ് ഇവിടേക്ക് ഇന്നലെ തന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്ന് ദൗത്യം അത്തരത്തിൽ നടത്തിയിട്ടില്ല. ഇന്ന് കൂടുതൽ വനംവകുപ്പ് കാണുന്നത് ഈ കടുവ വീണ്ടും ഈ ആക്രമിച്ച ആടിനെ തിന്നാൻ വേണ്ടി എത്താനുള്ള സാധ്യതയുണ്ടെന്ന് എന്നാണ് വനംവകുപ്പ് കരുതുന്നത്. കേശവൻ എന്ന് പറയുന്ന ഈ അമരക്കുനിയിൽ നിന്ന് ഏതാണ്ട് ഒരു ദേവർ ഗദ്ദ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ ആ മേഖലയിലാണ് തൂപ്ര എന്ന് പറയുന്ന റോഡുണ്ട്. ആ റോഡിന്റെ അടുത്താണ് ഈ കേശവൻ എന്ന് പറയുന്ന ആളുടെ വീട്. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇന്ന് പുലർച്ചെയാണ് കടുവ എത്തിയത്. അതിനുശേഷം ഒരു ആടിനെ 4 ആടുകളിൽ തള്ളയാടിനെ പിടിച്ച് കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. അതിനെ എന്നിട്ട് ഏതാണ്ട് താഴെ വലിച്ചിട്ട നിലയിലാണ്, വലിച്ചിടിച്ച് കൊണ്ടുപോയി അവിടെ ഇട്ട നിലയിലാണ് ഉള്ളത്. അതിനുശേഷം ഈ ആടിനെ അവിടെ ഉടൻ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തുകയും കൂട് വെക്കുകയും ചെയ്തു. ഈ കൂടിനടുത്ത് വരെ കടുവ എത്തി. പക്ഷേ ഒരു കേബിളിൽ തട്ടി കൂട് വീഴുകയാണ് ഉണ്ടായത്. ഏതായാലും ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നുണ്ട്, അതിലേക്ക് പോവുകയാണ്. തൃശൂർ പീച്ചി ഡാം റിസർവോയറിൽ വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഒരു പെൺകുട്ടി കൂടി മരിച്ചു. പട്ടിക്കാട് സ്വദേശി ആൻ ഗ്രേസ് ആണ് മരിച്ചത്. ഇതോടെ അപകടത്തിൽ മരിച്ച പെൺകുട്ടികളുടെ എണ്ണം 2ആയി. സൂരജ് സജി ഇപ്പോൾ വിശദാംശങ്ങളുമായി തൃശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സൂരജ്, സങ്കടകരമായ വാർത്തയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ സൂരജ്? ഉന്മേഷ്, ഏറെ സങ്കടകരമായ വാർത്തയാണ് വരുന്നത്. പീച്ചി ഡാമിൽ വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കുട്ടിയാണ് ഇപ്പോൾ ഈ വെള്ളത്തിൽ വീണ് ചികിത്സയിലായിരുന്ന കുട്ടിയാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. ആൻഗ്രേസ് 16 വയസ്സാണ് ഈ മരിച്ചിരിക്കുന്നത്. ജൂബിലി മിഷൻ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ 1:33 കുട്ടിയുടെ മരണം സംഭവിച്ചത്. 1 മണിയോടുകൂടി തന്നെ ഈ മസ്തിഷ്ക മരണം സംഭവിച്ചു. പിന്നീടും ഈ വെന്റിലേറ്ററിൽ കുട്ടിയെ തുടരുകയായിരുന്നു. അങ്ങനെ ഈ വെന്റിലേറ്ററിന്റെ സഹായം മാറ്റിയതോടുകൂടി 1:33 മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ പുലർച്ചെ മറ്റൊരു കുട്ടി കൂടി, അലീന എന്ന 16 വയസ്സുള്ള കുട്ടി കൂടി മരിച്ചിരുന്നു. അങ്ങനെ ഇതോടുകൂടി മരണം 2 ആകുന്ന ഒരു സാഹചര്യമാണ്. ഇനി 2 കുട്ടികൾ കൂടി ചികിത്സയിൽ തുടരുന്നുണ്ട്. അവരുടെ നിലയും ഗുരുതരമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഐറിൻ, അതുപോലെ തന്നെ 12 വയസ്സുള്ള നിമ എന്നിവരാണ് നിലവിൽ ചികിത്സയിൽ തുടരുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് പീച്ചി റിസർവോയറിൽ ഫോട്ടോ എഴുതി പീച്ചി റിസർവോയറിലേക്ക് വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഒരു കുട്ടി കൂടി മരിച്ചിരിക്കുന്നു. അങ്ങനെ അപകടത്തിൽ മരിച്ച കുട്ടികളുടെ എണ്ണം 2ആയി. സൂരജ് സജിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. ശബരിമല വാർത്തയിലേക്കാണ്. ശരണം സന്നിധാനം. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. ശബരിമലയിൽ മകരവിളക്ക് ദർശനം നാളെ രാവിലെ 8:45 മകരസംക്രമ പൂജയും അഭിഷേകവും നടക്കും. അയ്യപ്പന് ചാർത്താനുള്ള തിരുവാഭരണ ഘോഷയാത്ര വൈകിട്ട് സന്നിധാനത്തെത്തും. തുടർന്ന് തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന നടക്കും. ഇതിനുശേഷം പൊന്നമ്പലമേട്ടിൽ മകരവിളക്കും ആകാശത്ത് മകരനക്ഷത്രവും തെളിയും. ഇന്ന് വെർച്വൽ സ്പോട്ട് ബുക്കിംഗിലൂടെ 55,000 തീർത്ഥാടകർ കൂടി സന്നിധാനത്തെത്തുമെന്നാണ് പ്രതീക്ഷ. ആയിരങ്ങളാണ് മകരവിളക്ക് ദർശിക്കാൻ സന്നിധാനത്ത് വിരിവെച്ച് കഴിയുന്നത്. ദേവസ്വം ബോർഡും പോലീസും സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തി. ശബരിമലയിലെ ഇന്നത്തെ ചടങ്ങുകൾ. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. ഇനി കായിക വാർത്തകൾ.
ISLൽ ജയം തുടരാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നിറങ്ങും. രാത്രി 7:30 കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ ഒഡീഷ FC ആണ് എതിരാളികൾ. TGP മാജിക്കിൽ പ്രതീക്ഷ വെച്ച് കേരള ബ്ലാസ്റ്റേഴ്സ്. മിഖായേൽ സ്റ്റാറെ പുറത്തായതോടെ താൽക്കാലിക ചുമതലയുള്ള മലയാളി പരിശീലകൻ TG പുരുഷോത്തമന് കീഴിൽ ഭേദപ്പെട്ട പ്രകടനമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റേത്. 3 മത്സരങ്ങളിൽ 2 ജയിച്ചു. ആ 2 മത്സരങ്ങളിൽ ക്ലീൻ ഷീറ്റ് എന്നതാണ് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. ഒഡീഷയ്ക്കെതിരെയും ജയം തുടരാമെന്ന പ്രതീക്ഷയിലാണ് ഹോം ഗ്രൗണ്ടിൽ ബ്ലാസ്റ്റേഴ്സ് പോരിനിറങ്ങുന്നത്. സ്റ്റാർ സ്ട്രൈക്കർ ഹെസൂസ് ഹിമിനെയും മലയാളി താരം വിപിൻ മോഹനനും പരിക്ക് ഭേദമായി തിരിച്ചെത്തുന്നത് കൊമ്പന്മാരുടെ കരുത്തുകൂട്ടും. സീസണിൽ 9 ഗോളോടെ ഗോൾ വേട്ടക്കാരുടെ പട്ടികയിൽ മുൻനിരയിലുണ്ട് ഹെസൂസ്. അതേസമയം കഴിഞ്ഞ 3 മത്സരങ്ങളിലും ജയമില്ലാത്തതിന്റെ നിരാശയിലാണ് ഒഡീഷ FC. പ്ലേ ഓഫ് പ്രതീക്ഷകൾ നിലനിർത്താൻ സെർജിയോ ലൊബേറയുടെ ടീമിനും ജയം അനിവാര്യം. നേർക്കുനേർ പോരിൽ ഒപ്പത്തിനൊപ്പമാണ് ബ്ലാസ്റ്റേഴ്സും ഒഡീഷയും. 12 മത്സരങ്ങളിൽ ഏറ്റുമുട്ടിയപ്പോൾ 4 വീതം ജയം. 4 മത്സരങ്ങൾ സമനിലയായി. അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിനെതിരായ മഞ്ഞപ്പടയുടെ പ്രതിഷേധം ഒന്നുകൂടി കനക്കും. ഇന്നും സ്റ്റേഡിയത്തിനകത്തും പുറത്തും പ്രതിഷേധിക്കാനാണ് തീരുമാനം. കഴിഞ്ഞ മത്സരത്തിൽ ആഘോഷങ്ങളില്ലാതെ കളി കണ്ട ആരാധകർ ഇന്ന് സ്റ്റേഡിയത്തിന് പുറത്ത് പ്രതിഷേധ റാലിക്ക് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. പുതിയ കോച്ചിന്റെയും താരങ്ങളുടെയും കാര്യത്തിൽ ഇപ്പോഴും മൗനം തുടരുന്ന മാനേജ്മെന്റ് നിലപാടിൽ ശക്തമായ പ്രതിഷേധമാണ് മഞ്ഞപ്പടയുടെ ലക്ഷ്യം. സ്പോർട്സ് ഡെസ്ക് 24. നൃത്ത പരിപാടിക്കിടെ കലൂർ സ്റ്റേഡിയത്തിലെ ഫുട്ബോൾ പിച്ചിനുണ്ടായത് സാരമായ കേടുപാട്. പുല്ല് വ്യാപകമായി ചവിട്ടിയരക്കപ്പെട്ടു. പിച്ച് പൂർവ്വസ്ഥിതിയിലാക്കാൻ 2 ആഴ്ചത്തെ സമയമെങ്കിലും വേണ്ടിവരും എന്നാണ് ISL അധികൃതരുടെയും കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിന്റെയും പരിശോധനയിൽ കണ്ടെത്തിയത്. നിലവിലെ സാഹചര്യത്തിൽ കളിക്കാർക്ക് പരിക്കേൽക്കാൻ വരെ സാധ്യതയുണ്ടെന്നും പറയുന്നു. ഇതോടെ വാർത്താമഴ പൂർത്തിയാവുകയാണ്.